പിണായി. മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ട്രൂത്ത് ഫൈറ്റേഴ്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങൾ. ഇതിന് മുൻപത്തെ വീഡിയോയ്ക്ക് നിങ്ങൾ നൽകിയ സഹകരണത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ചില ദിവസങ്ങൾക്ക് മുമ്പ് ഇന്തോനേഷ്യയിലെ ഒരു മുസ്ലിം യുവതി താൻ കുനിഞ്ഞു നിന്ന് നിസ്കരിക്കുന്ന സമയത്ത് ഒരു കാറ്റടിച്ചെന്നും ആ കാറ്റടിച്ചതിലൂടെ താൻ ഗർഭിണിയായെന്നും അവകാശവാദം ഉന്നയിച്ചതിൻ്റെ പേരിൽ മലയാളി സോഷ്യൽ മീഡിയയിൽ മുസ്ലിങ്ങളെല്ലാം പ്രതിരോധത്തിലാകുകയും ചെയ്ത സമയത്ത് അവരെ രക്ഷിക്കാൻ വേണ്ടി ചില നിരീശ്വരവാദികൾ ബൈബിളിലെ വിശുദ്ധ മറിയ ഗർഭിണിയായതിനെ പരിഹസിച്ചുകൊണ്ട് പോസ്റ്റുകളും ട്രോളുകളും ഇട്ടതിനുള്ള മറുപടിയായിട്ടാണ് കഴിഞ്ഞ വീഡിയോ ഞങ്ങൾ ഇറക്കിയത്. പുരുഷ സ്പർശമേൽക്കാതെ കന്യകയായ മറിയ ഗർഭിണിയായത് ആദാം മുതൽ ദൈവം മനുഷ്യവർഗത്തിന് വാഗ്ദത്തം ചെയ്ത സന്തതി ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയായിരുന്നു എന്നും പ്രമാണബദ്ധമായി ഞങ്ങൾ ആ വീഡിയോയിൽ തെളിയിക്കുകയുണ്ടായി. നമ്മളൊരു പുസ്തകത്തെ എടുക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ ടോട്ടാലിറ്റിയാണ് എടുക്കുക. ഏതൊരാളും അങ്ങനെയാണ് ചെയ്യുക. ടോട്ടാലിറ്റിയിലാണ് അതിനെ നോക്കേണ്ടത്. അല്ലാതെ ഇടയിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു കാര്യം മാത്രം എടുത്തുകൊണ്ട് വരികയല്ല ചെയ്യേണ്ടത്. ഇവർ ഈ വിഷയത്തിൽ നിരീശ്വരവാദികളും മറ്റ് വിമർശകരെല്ലാം ചെയ്യുന്നത് അവർക്ക് വേണ്ടുന്ന സംഗതി ചെറി പിക്കിംഗ് എന്ന് പറയും, അത് മാത്രമാണ് എടുക്കുന്നത്. ഈ വിഷയം മറിയ ഗർഭിണിയായപ്പോൾ മുതലല്ല ആരംഭിക്കുന്നത്. ടോട്ടാലിറ്റി ആ പുസ്തകത്തിൻ്റെ മൊത്തം നമ്മൾ നോക്കുകയാണെങ്കിൽ ഉൽപ്പത്തി പുസ്തകം മുതലേ അതിനെക്കുറിച്ച് വാഗ്ദത്തമുണ്ട്, പ്രവചനമുണ്ട്. ആ പ്രവചനങ്ങളെല്ലാം ഓരോന്നോരായിട്ട് പടിപടിയായിട്ടുള്ളൊരു വെളിപ്പാടിൻ്റെ പുരോഗതി നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ വെളിപ്പാടിൻ്റെ ആ പൂർത്തീകരണത്തിലേക്ക് എത്തുമ്പോൾ നാം കാണുന്നത് യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചതുപോലെ കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കുമെന്നുള്ള ആ പ്രവചനത്തിൻ്റെ നിവൃത്തിയായിക്കൊണ്ട് യേശുക്രിസ്തു ജനിക്കുന്നതാണ്. അതാണ് നമ്മൾ കാണുന്നത്. വിശുദ്ധ മറിയ പ്രകൃത്യാതീതമായ വിധത്തിലാണ് ഗർഭിണിയായത് എന്നുള്ളതിന് ബൈബിൾ നിരത്തുന്ന ചില സാക്ഷികളുണ്ട്, ചില തെളിവുകളുണ്ട്. ഇതിലൊരു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ പറയുമ്പോൾ പല നിരീശ്വരവാദികളും ഇത് അംഗീകരിക്കാൻ തയ്യാറാവുകയില്ല. അത് ബൈബിളല്ലേ പറയുന്നത്, ബൈബിളിൽ നിന്നുള്ള തെളിവ് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയും. അത് വെറും മണ്ടത്തരമാണ് ആ വാദം. കാരണം യേശുക്രിസ്തു എന്ന വ്യക്തിയെക്കുറിച്ച് ഇവർക്ക് എവിടെ നിന്നാണ് വിവരങ്ങൾ കിട്ടുന്നത്? അത് ബൈബിളിൽ നിന്നാണ്. യേശുക്രിസ്തു കന്യകയിൽ നിന്നാണ് ജനിച്ചത് എന്നുള്ള കാര്യം ഇവർ ട്രോളുന്നുണ്ടല്ലോ. ഈ ട്രോളാനുള്ള സംഗതി ഇവർക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? അതും ബൈബിളിൽ നിന്നാണ് കിട്ടിയത്. അതിലൊന്നും അവർക്ക് പ്രശ്നമില്ല, അതൊക്കെ അവർ ബൈബിളിൽ നിന്ന് എടുക്കും. പക്ഷെ അതിന് ബൈബിൾ തന്നെ അതിന് നിരത്തുന്ന ചില മറുപടികളുണ്ട്, അല്ലെങ്കിൽ സാക്ഷികളുണ്ട്. ഇത് അങ്ങനെ തന്നെയാണ് സംഭവിച്ചതെന്ന് നിരത്തുന്ന ചില സാക്ഷികളുണ്ട്. ഈ കാര്യം നമ്മൾ ബൈബിളിൽ നിന്ന് എടുത്താൽ അവർ പറയും അത് പറ്റില്ല, ബൈബിളിൽ നിന്ന് തെളിവൊന്നും തരാൻ പറ്റില്ല, ബൈബിളിൻ്റെ പുറമേ നിന്ന് തെളിവ് തരണം എന്ന് പറയും. വിവരക്കേടാണത്, വിവരക്കേടിൻ്റെ അങ്ങേയറ്റമാണ് വാസ്തവത്തിൽ. ഒരു ആശയ സംവാദത്തിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ പാലിക്കേണ്ടുന്ന ചില മര്യാദകൾ അല്ലെങ്കിൽ ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ലാത്തതുകൊണ്ടാണ് ഈ പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കമ്മ്യൂണിസത്തെക്കുറിച്ചൊരു സംവാദം നടത്തുകയാണെന്ന് വെച്ചോ. ഒരു വശത്ത് കമ്മ്യൂണിസ്റ്റുകാരും മറുവശത്ത് കമ്മ്യൂണിസത്തിനെതിരായിട്ടുള്ള ആളുകളും രണ്ടു കൂട്ടരും തമ്മിലുള്ളൊരു ആശയ സംവാദം നടത്തുന്നു. അങ്ങനെ വരുമ്പോൾ ഈ കമ്മ്യൂണിസ്റ്റുകാർ അവരുടെ വാദത്തിന് വേണ്ടുന്ന തെളിവ് അവരെവിടെ നിന്നാണ് കൊണ്ടുവരേണ്ടത്? കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ നിന്നും ദസ് ക്യാപിറ്റലിൽ നിന്നുമാണ്. അതാണല്ലോ അവരുടെ പ്രമാണ ഗ്രന്ഥങ്ങളായിട്ടിരിക്കുന്നത്. പക്ഷേ എതിരിരിക്കുന്ന ആൾക്കാർ പറയുകയാണ് ആ പുസ്തകത്തിൽ നിന്ന് എടുക്കാൻ പറ്റില്ല, ആ പുസ്തകത്തിൽ നിന്ന് ഉദ്ധരിച്ച് ഞങ്ങൾ സമ്മതിക്കുകയില്ല, വേറെ എവിടെന്നെങ്കിലും തെളിവ് കൊണ്ടുവരണം. അതല്ലെങ്കിൽ ഈ പരിണാമ മതക്കാരുണ്ടല്ലോ, പരിണാമ മതക്കാരുമായിട്ട് നമ്മൾ ചാൾസ് ഡാർവിൻ്റെ പരിണാമം എന്നുള്ള വിഷയത്തിൽ ഒരു ഡിബേറ്റ് നടത്തുകയാണെന്ന് വെച്ചു. ഇന്നത്തെ മോഡേൺ പരിണാമത്തെക്കുറിച്ചല്ല, ചാൾസ് ഡാർവിൻ്റെ കാലത്ത് ചാൾസ് ഡാർവിൻ കൊണ്ടുവന്ന ആ പരിണാമ സിദ്ധാന്തം ഉണ്ടല്ലോ അതുമായിട്ട്. അപ്പോൾ ആ വിഷയത്തിൽ ഒരു ഡിബേറ്റ് നടത്താൻ പോകുന്ന സമയത്ത് അതിൻ്റെ തെളിവായിട്ട് ഉദ്ധരിക്കേണ്ടത് എവിടെ നിന്നാണ്? ഒറിജിൻ ഓഫ് സ്പീഷീസിൽ നിന്നാണ്. അതാണല്ലോ ഡാർവിൻ്റെ പരിണാമത്തിൻ്റെ അടിത്തറയായിട്ട് നിൽക്കുന്നത്. എന്നാൽ ഒറിജിൻ ഓഫ് സ്പീഷീസ് ഉദ്ധരിക്കാൻ പോകുന്ന സമയത്ത് മറ്റൊരു പറയണേ അത് പറ്റില്ല, ആ പുസ്തകത്തിന് ഉദ്ധരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അപ്പോൾ ഒരു വിഷയത്തെക്കുറിച്ച് ആ വിഷയം നിങ്ങൾ വിശ്വസിക്കുന്നോ ഇല്ലയോ, അത് നിങ്ങൾ അംഗീകരിക്കുന്നോ ഇല്ലയോ എന്നുള്ളതൊക്കെ വേറെ കാര്യമാണ്. പക്ഷെ ആ ഒരു വിഷയത്തെക്കുറിച്ച് ഡിബേറ്റ് നടത്തുമ്പോൾ ആ വിഷയത്തെക്കുറിച്ചുള്ള ആധികാരിക ഗ്രന്ഥം ഏതാണോ അതിതാണ് ഉദ്ധരിക്കേണ്ടത്. ഇപ്പം ഞാൻ ഇസ്ലാമിനെ അംഗീകരിക്കുന്ന ആളെ അല്ല, ഇസ്ലാമിനെ ഒരു വിധത്തിലും ഞാൻ അംഗീകരിക്കില്ല. പക്ഷെ മുസ്ലിങ്ങളുമായിട്ടൊരു ഡിബേറ്റ് ഞാൻ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ മുസ്ലിങ്ങളുടെ ആധികാരിക ഗ്രന്ഥം ഖുർആനും ഹദീസുകളുമാണെന്ന് അംഗീകരിച്ചിട്ട് ഞാൻ ചെല്ലുന്നത്. ആ പുസ്തകങ്ങളിൽ നിന്ന് ഞാൻ ഉദ്ധരിക്കുക. അല്ലാതെ അവരതിന് ഉദ്ധരിക്കുന്ന സമയത്ത് അത് പറ്റിയല്ല, അതൊന്നും ഞാൻ അംഗീകരിക്കുന്നില്ല, ഞാൻ വിശ്വസിക്കുന്നൊന്നുമില്ല, നിങ്ങൾ വേറെ പുറമേ നിന്ന് കൊണ്ടുവരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ സംവാദം നടക്കും? നടക്കുകയല്ല. അത് മനസ്സിലാക്കാനുള്ള ബോധം ഈ നിരീശ്വരവാദികൾക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബൈബിളിൽ നിന്ന് ഞങ്ങൾ ചില തെളിവുകൾ ഞങ്ങൾക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ കൊണ്ടുവരുമ്പോൾ ഇവർ പറഞ്ഞു ബൈബിളിൽ നിന്ന് പറ്റിയല്ല, പുറമേ നിന്ന് എവിടെന്നെങ്കിലും കൊണ്ടുവരണം എന്ന് പറയുന്നത്. വിവരക്കേടിൻ്റെ അങ്ങേയറ്റം എന്ന് മാത്രമേ അത് പറയാനുള്ളൂ. ഏതായാലും ബൈബിൾ നിരത്തുന്ന ആ സാക്ഷികളുടെ ലിസ്റ്റാണ് ഞങ്ങളിപ്പോൾ നിങ്ങളുടെ മുമ്പാകെ കാണിക്കാൻ പോകുന്നത്.
ഇത് വാസ്തവത്തിൽ നിരീശ്വരവാദികൾക്ക് വേണ്ടിയിട്ടല്ല, അങ്ങനെ വിചാരിക്കൊന്നും വേണ്ട. ഇവരിത് എനിക്കറിയാം, ഇവരിത് അംഗീകരിക്കാനേ പോകുന്നില്ല. അവരുടെ മൈൻഡ് വേറെ വിധത്തിൽ സെറ്റായിരിക്കുകയാണ്. എന്നാൽ ക്രൈസ്തവരായിരിക്കുന്ന ആളുകൾക്കും അതുപോലെ സത്യാന്വേഷികളായിരിക്കുന്ന ആളുകൾക്കും ഈ വിഷയത്തെക്കുറിച്ച് കൃത്യമായ ഒരു അവബോധം ഉണ്ടാകാൻ, കൃത്യമായ ഒരു ധാരണ ഉണ്ടാകാൻ ബൈബിൾ നൽകുന്ന ഈ തെളിവുകൾ നമ്മളെ സഹായിക്കുന്നതാണ്. യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ജനനത്തോടനുബന്ധിച്ച് മറിയയുടെ സാക്ഷികളായിട്ട്, ഇത് ഈ സാക്ഷികളുടെ കേസ് വേറെ ഒന്നും കൊണ്ടല്ല പറയുന്നത്, മുഹമ്മദിൻ്റെ കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത് പറഞ്ഞതാണ്. മുഹമ്മദിൻ്റെ കാര്യം പറയുമ്പോൾ മുഹമ്മദ് പ്രവാചകനാണ് എന്ന് പറയുമ്പോൾ ഒരു സാക്ഷിയും ഇല്ല, ഇസ്ലാമിനകത്ത് ഒരു സാക്ഷിയും ഇല്ല മുഹമ്മദ് പ്രവാചകനാണെന്നുള്ളതിന്. മുഹമ്മദ് സ്വയം പറയുകയാണ്, എൻ്റെ മുമ്പാകെ ഒരു മലക്ക് പ്രത്യക്ഷപ്പെട്ടു, എന്നോട് ഇങ്ങനെ പറഞ്ഞു. ഈ മലക്കിനെ മുഹമ്മദ് അല്ലാതെ വേറെ ആരും കണ്ടിട്ടില്ല. ഒറ്റ ഒരാളുടെ വാമൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ആ പുള്ളി അവിടെ പ്രവാചകനായിട്ട് നിൽക്കുന്നത്. ഇതേപോലെ തന്നെയാണ് അള്ളാഹുവിൻ്റെ കാര്യവും. അള്ളാഹു ഒരിക്കലും മുഹമ്മദിൻ്റെ മുമ്പാകെ പ്രത്യക്ഷപ്പെട്ട് ഞാൻ ദൈവമാണെന്നൊന്നും പറഞ്ഞിട്ടില്ല, ഒരിടത്തും പറഞ്ഞിട്ടില്ല. അത് മലക്ക് വന്നിട്ട് പറയുകയാണ് അള്ളാഹു ആണ് ദൈവമെന്ന്. ഇതാണ് സ്ഥിതി. അള്ളാഹുവിൻ്റെ ദൈവത്തിനും ഇങ്ങനെ സാക്ഷികളൊന്നുമില്ല. അത് നമുക്ക് അള്ളാഹുവിൻ്റെ ദൈവത്തിനുള്ള വിഷയം വേറെയാണ്, ഇത് നമുക്കിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ മുഹമ്മദിൻ്റെ പ്രവാചകത്വത്തിന് സാക്ഷി ആരാണുള്ളത്, തെളിവ് എന്താണെന്നുള്ളത് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെപ്പോഴും മുസ്ലിങ്ങൾ എപ്പോഴും എടുത്തിരുന്ന കേസ് ഇതാണ്. ഒന്ന് പൗലോസ് അപ്പോസ്തലൻ്റെ കാര്യം, അതിനേക്കാൾ മുമ്പ് ഒന്നാമത്തെ കാര്യം മറിയയുടെ കാര്യമാണ്, രണ്ടാമത് പൗലോസ് അപ്പോസ്തലൻ്റെ കാര്യം ചോദിക്കും. പൗലോസിനെ യേശുക്രിസ്തു വിളിച്ചു എന്നുള്ളതിന് എന്ത് സാക്ഷ്യമുള്ളതെന്നൊക്കെയാണ് ഇവർ ചോദിക്കുക. ആ വിഷയത്തിൽ വേറൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതുകൊണ്ട് ഇപ്പോൾ അതിനെപ്പറ്റി അധികം സംസാരിക്കുന്നില്ല. ഏതായാലും മറിയയുടെ കാര്യത്തിൽ ഇവരുടെ ചോദ്യം ഉണ്ടല്ലോ, മറിയയ്ക്ക് ആരാ സാക്ഷികളുള്ളത്, മറിയയുടെ മുമ്പാകെ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടു, മറിയ പരിശുദ്ധാത്മാവിലാണ് ഗർഭിണിയായത്, നിങ്ങളുടെ വിശ്വാസത്തിനൊക്കെ എന്ത് സാക്ഷികളുള്ളതെന്ന് ഇവർ ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടിയായിട്ടും കൂടിയാണ് ഞങ്ങൾ ഈ ലിസ്റ്റ് അല്ലെങ്കിൽ ഈ തെളിവുകൾ ഇവിടെ നിങ്ങളുടെ മുമ്പാകെ നിരത്തുന്നത്. ഒന്നാമത്തെ സാക്ഷി, മറിയയുടെ ഒന്നാമത്തെ സാക്ഷി ദൈവദൂതനായ ഗബ്രിയേലാണ്. യോഹന്നാൻ സ്നാപകന്റെ പിതാവായ സഖരിയ പുരോഹിതന് മുൻപാകെയും മറിയയ്ക്ക് മുൻപാകെയും മറിയയുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്ന യോസേഫിന് മുൻപാകെയും ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. മറിയയ്ക്ക് മുൻപാകെ പ്രത്യക്ഷപ്പെട്ട സംഭവം ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നത് ഇപ്രകാരമാണ്. ദൂതൻ അവളോട്, മറിയയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അവന് യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞു. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. നിന്റെ ചാർച്ചക്കാരത്തി എലീശബത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. മച്ചി എന്ന് പറഞ്ഞു വന്നവൾക്ക് ഇത് 6-ാം മാസം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്നുത്തരം പറഞ്ഞു. അതിന് മറിയ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ദൂതൻ അവളെ വിട്ടുപോയി. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 30 മുതൽ 38 വരെയുള്ള വാക്യങ്ങളാണ് വായിച്ചത്. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? കന്യകയായ മറിയയോട് നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും എന്ന് ദൂതൻ പറഞ്ഞപ്പോൾ അതിനെ ആദ്യം ചോദ്യം ചെയ്യുന്നത് വേറെ ആരുമല്ല, മറിയ തന്നെയാണ്. ലോകത്ത് ഇന്ന് വരെ കേട്ടിട്ടുള്ള സംഗതിയല്ലല്ലോ ഇത്. ഒരു പുരുഷനുമായി ബന്ധപ്പെടാതെ എങ്ങനെ ഇക്കാര്യം സംഭവിക്കുമെന്നാണ് മറിയ ചോദിക്കുന്നത്. ചോദ്യം ന്യായമാണ്. അതുകൊണ്ട് തന്നെ ദൈവദൂതൻ വിശദീകരണവും നൽകുന്നുണ്ട് അതിന്. ബൈബിളിലെ ദൈവം ഇങ്ങനെയുള്ളൊരു ദൈവമാണ്. അന്ധമായി ഒരു കാര്യം വിശ്വസിക്കാൻ ആവശ്യപ്പെടുന്ന ദൈവമല്ല ബൈബിളിലെ ദൈവം. കൃത്യമായ കാരണം പറയും, മിക്കപ്പോഴും അതിന് തെളിവും കൊടുക്കും. ദൈവത്തിൻ്റെ ആ റീസണിങ് കഴിയുമ്പോൾ ആളുകൾ അത് വിശ്വസിക്കുകയും ചെയ്യും. സത്യം അന്വേഷിക്കാൻ അല്ലെങ്കിൽ സത്യം അംഗീകരിക്കാൻ മനസ്സുള്ള ഏതൊരാളും അത് വിശ്വസിക്കുകയും ചെയ്യും. ഇവിടെ ദൂതൻ നൽകുന്ന വിശദീകരണം അത് നാം വായിച്ചു കേട്ടല്ലോ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. അതിൻ്റെ ഫലമായിട്ടാണ് നിന്റെ ഉദരത്തിൽ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടുന്ന ആ വിശുദ്ധ പ്രജ ഉരുവാകാൻ പോകുന്നത് എന്നാണ് ദൂതൻ പറഞ്ഞത്. മാത്രമല്ല ഇത് സംഭവിക്കുമെന്നുള്ളതിന് ഒരു തെളിവും കൂടി നൽകുകയാണ്. മറിയയുടെ ബന്ധുവും വൃദ്ധയും വന്ധ്യയുമായ, ഇതുവരെ പ്രസവിക്കാതിരുന്ന, ഇത്രയും നാൾ മച്ചി എന്ന് വിളിച്ച് നാട്ടുകാർ പരിഹസിച്ചിരുന്ന എലീശബത്ത് ഇപ്പോഴിതാ വാർദ്ധക്യകാലത്ത് ഗർഭിണിയായിരിക്കുന്നു എന്നുള്ളതാണ് ആ തെളിവ്. എന്നിട്ട് ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ലല്ലോ എന്നുള്ള ന്യായവും ദൈവം മറിയയെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. അത് കേട്ടപ്പോഴാണ് മറിയ പറയുന്നത്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നീ പറഞ്ഞതുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന്. ദൂതൻ പറഞ്ഞ ഈ കാര്യം അപ്പോഴാണ് മറിയ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നത്.
അപ്പോൾ മറിയയുടെയും യോസേഫിൻ്റെയും സക്കരിയാവിൻ്റെയും മുമ്പാകെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന ഈ ദൂതൻ, ഗബ്രിയേൽ ദൂതൻ, മറിയയുടെ ഒരു സാക്ഷിയാണ്. മറിയയ്ക്ക് വേണ്ടി സാക്ഷി പറയാൻ യോഗ്യതയുള്ള ഒരു വ്യക്തിയായിട്ടാണ് നിൽക്കുന്നത്. രണ്ടാമത്തെ സാക്ഷി മറിയയുമായി വിവാഹ നിശ്ചയം നടത്തപ്പെട്ടിരുന്ന യോസേഫാണ്. മറിയ ഗർഭിണിയായെന്ന് കേട്ടപ്പോൾ യോസേഫ് അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിരുന്നു. എന്തുകൊണ്ട് രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു എന്ന് ചോദിച്ചാൽ, മറിയ കൊല്ലപ്പെടരുത് എന്നവൻ ആഗ്രഹിച്ചിരുന്നത് കൊണ്ടാണ്. കാരണം വ്യഭിചാരത്തിൽ ഏർപ്പെടുന്നവരെ കല്ലെറിഞ്ഞു കൊല്ലുന്നതായിരുന്നു യഹൂദന്മാരുടെ രീതി. ദൈവദൂതൻ മറിയയോട് സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം മറിയ ആദ്യം ചെയ്യുന്നത്, ദൂതൻ തന്നോട് പറഞ്ഞതുപോലെ എലീശബത്ത് ഗർഭിണിയായിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി ഗലീലയിലെ നസ്രത്തിൽ നിന്ന് യഹൂദ്യയിലെ മലനാട്ടിലേക്ക് പോവുകയായിരുന്നു. നാം അത് ഇങ്ങനെ വായിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 39-40 വാക്യങ്ങൾ. ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് മലനാട്ടിൽ ഒരു യഹൂദ്യ പട്ടണത്തിൽ ബന്ധപ്പെട്ട് ചെന്നു സഖരിയാവിന്റെ വീട്ടിലെത്തി എലീശബത്തിനെ വന്ദിച്ചു. ലൂക്കോസ് 1:39-40. അതിന്റെ 56-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, മറിയ ഏകദേശം 3 മാസം അവളോടുകൂടെ പാർത്തിട്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോയി എന്നാണ്. മറിയ അവിടെ വന്നത് എലിശബത്തിനെ കണ്ട് അവൾ ഗർഭിണിയാണോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി മാത്രമായിരുന്നില്ല. വാർദ്ധക്യത്തിൽ ഗർഭിണിയായ എലീശബത്തിനെ ശുശ്രൂഷിക്കാനും വേണ്ടി കൂടിയായിരുന്നു. അതുകൊണ്ടാണ് 3 മാസം അവിടെ താമസിക്കുന്നത്. മറിയ ചെല്ലുമ്പോൾ എലിശബത്ത് 6-6.5 മാസം ഗർഭിണിയാണ്. 6-ാം മാസം മുതൽ 9-ാം മാസം വരെയുള്ള ആ ഒരു 3 മാസക്കാലം മറിയ എലിശബത്തിനെ ശുശ്രൂഷിച്ചു. അപ്പോഴേക്കും മറിയയുടെ ഉദരത്തിൽ ജീവന്റെ തുടിപ്പ് ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. അങ്ങനെ അവൾ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോയി. ഗലീലയിൽ നിന്ന് യഹൂദിയ മലനാട്ടിലേക്കും അവിടെ നിന്ന് തിരിച്ചുമുള്ള യാത്രയ്ക്ക് ഏകദേശം ഒരു 25-30 ദിവസം, 25 ദിവസം ഏറ്റവും കുറഞ്ഞത് എടുക്കും, പ്രത്യേകിച്ച് സ്ത്രീകളാകുമ്പോൾ. കാരണം രാത്രി ഒന്നും യാത്ര ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും വീടുകളിൽ, ഇവർക്ക് പരിചയമുള്ളതോ അല്ലാത്തതായ വീടുകളിൽ അഭയം ചോദിച്ചു ചെല്ലുകയും യഹൂദന്മാരുടെ ആ സംസ്കാരം അനുസരിച്ച് പരദേശിക്ക് അഭയം കൊടുക്കണം എന്നുള്ള ആ ഒരു സംസ്കാരം അനുസരിച്ച് രാത്രി തങ്ങാനുള്ള ഇടം കൊടുക്കുകയും പിന്നീട് പകല് വീണ്ടും യാത്ര ചെയ്യുന്നു. അങ്ങനെയൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ആ ഒരു മാസത്തിനടുത്ത് മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്രയ്ക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ 3 മാസം ഇവിടെ താമസിച്ചു, എലിസബത്തിനോട് താമസിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്രയ്ക്ക് ഒരു 15-30 ദിവസം നമ്മൾ കൂട്ടുകയാണെങ്കിൽ മൊത്തം 4 മാസം. അപ്പോൾ മറിയ സ്വന്തം വീട്ടിൽ നിന്ന് പോയിട്ട് 4 മാസത്തിന് ശേഷമാണ് തിരിച്ച് വീട്ടിലെത്തുന്നത്. നാട്ടിലെത്തിയതിന് ശേഷം മറിയ താൻ ഗർഭിണിയാണെന്നുള്ള കാര്യം യോസേഫിനെ അറിയിച്ചിരിക്കും. ഇത് മനുഷ്യനാൽ ഉണ്ടായതല്ല, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഉണ്ടായതാണ് എന്ന് മറിയ തീർച്ചയായും യോസേഫിനോട് പറഞ്ഞിരിക്കുകയും ചെയ്യും. സ്വാഭാവികമായിട്ട് യോസേഫ് അത് വിശ്വസിച്ചിട്ടും ഉണ്ടാകില്ല. വിവാഹ നിശ്ചയം കഴിഞ്ഞൊരു പെണ്ണ് വീട്ടിൽ നിന്ന് ബന്ധുവീട്ടിലേക്ക് പോയി 4 മാസം കഴിഞ്ഞ് മടങ്ങിയെത്തിയിട്ട് താൻ 4 മാസം ഗർഭിണിയാണ്, മനുഷ്യനാലല്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലാണ് തൻ്റെ ഉദരത്തിൽ കുഞ്ഞുരുവായിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആരാണത് വിശ്വസിക്കുക? നമുക്കറിയാം, സാധാരണഗതിയിൽ ഒരാളത് വിശ്വസിക്കുകയില്ല. യോസേഫും അത് വിശ്വസിച്ചില്ല. എന്നാൽ യോസേഫിന് അപ്പോഴും മറിയയോട് സ്നേഹം ഉണ്ടായിരുന്നു. ഇത് പുറത്തറിഞ്ഞാൽ മറിയയെ യഹൂദന്മാർ കല്ലെറിഞ്ഞു കൊല്ലും. അത് യോസേഫിനറിയാം. അപ്പോൾ മറിയയെ യോസേഫ് സ്നേഹിച്ചിരുന്നുകൊണ്ട് അവൾ കല്ലെറിഞ്ഞു കൊല്ലപ്പെടാൻ അവൻ ആഗ്രഹിച്ചില്ല. അവൾക്കൊരു ചീത്തപ്പേരുണ്ടാകണമെന്ന് അവൻ ആഗ്രഹിച്ചില്ല. അതുകൊണ്ട് രഹസ്യമായി എവിടെയെങ്കിലും കൊണ്ടുചെന്ന് ഉപേക്ഷിക്കാനാണ് അവൻ തീരുമാനിച്ചത്. അങ്ങനെ തീരുമാനിച്ചിരിക്കുമ്പോഴാണ് ഗബ്രിയേൽ ദൂതൻ യോസേഫിന് മുമ്പാകെ പ്രത്യക്ഷനാകുന്നത്. മത്തായി സുവിശേഷത്തിൽ നിന്ന് ഞാൻ ആ ഭാഗം വായിക്കാം. എന്നാൽ യേശുക്രിസ്തുവിന്റെ ജനനം ഈ വണ്ണമായിരുന്നു. അവന്റെ അമ്മയായ മറിയ യോസേഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. അവളുടെ ഭർത്താവായ യോസേഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സിലായിക്കൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു. ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. ദാവീദിന്റെ മകനായ യോസേഫേ, നിന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞു. കന്യക ഗർഭിണിയായൊരു മകനെ പ്രസവിക്കും. അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു. യോസേഫ് ഉറക്കമുണർന്നു. കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു. ഭാര്യയെ ചേർത്തുകൊണ്ടു. മകനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല. മകന് അവൻ യേശു എന്ന് പേർ വിളിച്ചു. മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. ദൂതൻ യോസേഫിനോട് വെറുതെ ഈ കാര്യങ്ങൾ പറയുകയല്ല. പഴയ നിയമത്തിൽ യെശയ്യാവ് പ്രവചിച്ചിരിക്കുന്ന കാര്യത്തിൻ്റെ നിവൃത്തിയാണ് മറിയയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പഴയ നിയമ തിരുവഴുത്തിൽ നിന്നും വാക്യം ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത്.
പ്രവചന നിവൃത്തിയാണ് മറിയയിൽ സംഭവിക്കുന്നതെന്ന് ദൂതൻ പറഞ്ഞപ്പോൾ യോസേഫിന് മനസ്സിലായി മറിയ തന്നോട് പറഞ്ഞത് സത്യം തന്നെയാണ്, അവളെ അവിശ്വസിക്കേണ്ട കാര്യമില്ല എന്ന്. അതുകൊണ്ട് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ യോസേഫ് മറിയയെ സ്വീകരിച്ചു. മറിയയുടെ രണ്ടാമത്തെ സാക്ഷി യോസേഫാണ്. ഇനി മൂന്നാമത്തെ സാക്ഷി യോഹന്നാൻ സ്നാപകന്റെ മാതാവും സഖര്യാ പുരോഹിതന്റെ ഭാര്യയായിരുന്ന എലിശബത്താണ്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 41 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുന്നത് ഇപ്രകാരമാണ്. മറിയ അവിടെ ചെന്ന് എലിശബത്തിനെ കണ്ടിട്ട് എലിശബത്തിനെ വന്ദനം പറയുകയാണ്. അപ്പോൾ വന്ദനം പറഞ്ഞപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറിയയുടെ വന്ദനം എലിശബത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി. എലിശബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്ന് ഉണ്ടായി? നിന്റെ വന്ദനസ്വരം എൻ്റെ ചെവിയിൽ വീണപ്പോൾ പിള്ള എൻ്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളി. കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തിയുണ്ടാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 41 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ മറിയ തൻ്റെ അടുക്കൽ വന്നപ്പോൾ എലിശബത്ത് പറയുകയാണ്, ഇതാ എൻ്റെ കർത്താവിനെ ഉദരത്തിൽ വഹിക്കുന്നവൾ എൻ്റെ അടുക്കലേക്ക് വന്നിരിക്കുന്നു. നിന്റെ വന്ദനസ്വരം കേട്ടപ്പോൾ എൻ്റെ ഗർഭപാത്രത്തിനകത്തുള്ള കുഞ്ഞ് ആനന്ദം കൊണ്ട് എൻ്റെ ഗർഭപാത്രത്തിനകത്ത് തുള്ളുന്നത് എനിക്കറിയാൻ കഴിയുന്നു. നീ ഏറ്റവും ഭാഗ്യവതിയാണ്, കാരണം കർത്താവ് അരുളി ചെയ്തത് അങ്ങനെ തന്നെ നിവൃത്തിയാകും എന്ന് നീ വിശ്വസിച്ചുവല്ലോ എന്ന് പറഞ്ഞ് ഇവിടെ എലിശബത്ത് മറിയയെ പുകഴ്ത്തുകയാണ്. മറിയ ഗർഭിണിയാണോ, മറിയയുടെ ഉദരത്തിൽ ജീവന്റെ തുടിപ്പുണ്ടോ എന്ന കാര്യം ലോകത്താർക്കും അറിയാതിരിക്കുന്ന സമയത്താണ് എലിശബത്ത് ഇത് പറയുന്നതെന്ന് ഓർക്കണം. ആർക്കും അറിയില്ല. ദൂതൻ മറിയോട് പറഞ്ഞു, നീ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും എന്ന് പറഞ്ഞു. എലിശബത്ത് ഗർഭിണിയാണെന്നുള്ള ആ കാര്യം പറഞ്ഞ് തെളിവും കൊടുത്തു. അതിനു വേണ്ടിയിട്ട് മറിയ അപ്പം തന്നെ അവിടുന്ന് പോരുകയാണ്. വീട്ടുകാരോട് പറഞ്ഞിട്ട് ബന്ധുവായിരിക്കുന്ന എലിശബത്തിൻ്റെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ താൻ ഗർഭിണിയാകാൻ പോകുന്നെന്നോ അല്ലെങ്കിൽ ദൂതൻ തന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടെന്നുള്ള കാര്യമൊന്നും മറിയ ആരോടും പറഞ്ഞിട്ടില്ല. നേരെ ഇവിടേക്ക് വരികയാണ്. മറിയയുടെ ഉദരത്തിനകത്ത് കുഞ്ഞ് ഉരുവാകാൻ തുടങ്ങിയിരിക്കുന്നു, ഭ്രൂണം ഉരുവാകാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള കാര്യമൊന്നും എലിശബത്തിന് നല്ല ആർക്കും അറിയില്ല. പക്ഷേ മറിയയുടെ സ്വരം കേട്ടപ്പോൾ എലിശബത്ത് പറയുകയാണ് ഇതൊക്കെ. അപ്പോൾ മറിയയുടെ മൂന്നാമത്തെ സാക്ഷി എലിശബത്താണ്. മറിയയുടെ നാലാമത്തെ സാക്ഷി യോഹന്നാൻ സ്നാപകന്റെ പിതാവായ സഖര്യാ പുരോഹിതനാണ്. യോഹന്നാൻ ജനിക്കുന്നതുവരെ ഊമനായിരുന്ന സഖര്യാ പുരോഹിതൻ യോഹന്നാൻ ജനിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറയുന്നത് ഇപ്രകാരമാണ്, നീയോ പൈതലെ അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. കർത്താവിന്റെ വഴി ഒരുക്കുവാനും നമ്മുടെ ദൈവത്തിന്റെ ആർദ്രകരുണയാൽ അവന്റെ ജനത്തിന് പാപമോചനത്തിൽ രക്ഷാപരിജ്ഞാനം കൊടുപ്പാനുമായി നീ അവന് മുമ്പായി നടക്കും. ഇരുളിലും മരണനിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശിച്ചും നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് ആ ആർദ്രകരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 76 മുതൽ 79 വരെയുള്ള വാക്യങ്ങളാണ്. വാർദ്ധക്യത്തിൽ തനിക്ക് യോഹന്നാൻ എന്നൊരു മകൻ ജനിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ വഴി ഒരുക്കുവാനും കർത്താവിന് വേണ്ടി ഒരുക്കമുള്ള ഒരു ജനത്തെ ഉണ്ടാക്കുവാനും കർത്താവിന് മുമ്പായി നടക്കുവാനും വേണ്ടിയാണെന്നാണ് സഖര്യാ പുരോഹിതൻ പറയുന്നത്. അതായത് യോഹന്നാന് പുറകെ ഒരുവൻ വരാനുണ്ട്, അവൻ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് തന്നെയാണെന്നാണ് സഖര്യാ പുരോഹിതൻ ഇവിടെ ഈ പറയുന്നത്. മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ആർദ്രകരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം മനുഷ്യവർഗത്തെ സന്ദർശിച്ചിരിക്കുന്നതാണ് മറിയയുടെ ഉദരത്തിൽ ഉരുവായിരിക്കുന്ന ശിശു എന്നാണ് സഖര്യാവ് പറയുന്നത്. അപ്പോൾ മറിയയുടെ നാലാമത്തെ സാക്ഷി ഈ സഖര്യാ പുരോഹിതനാണ്. മറിയയുടെ അഞ്ചാമത്തെ സാക്ഷി അത് ബേത്ലഹേമിലെ ആട്ടിടയന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട ദൈവദൂതന്മാരാണ്. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 8 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്നു. കർത്താവിൻ്റെ തേജസ് അവരെ ചുറ്റി മിന്നി. അവർ ഭയപരവശരായി തീർന്നു. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ, ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. ലോകത്ത് അതിനു മുമ്പും അതിനുശേഷവും കോടിക്കണക്കിന് മനുഷ്യർ ജനിക്കുകയുണ്ടായിട്ടുണ്ട്. പ്രവാചകന്മാർ പലരും ഭൂമിയിൽ ജനിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും ഒരിടത്തും ദൈവദൂതന്മാർ പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ ഒരു കാര്യം ആരോടും പറഞ്ഞിട്ടില്ല. സാക്ഷാൽ രക്ഷിതാവായ ദൈവം തന്നെ മനുഷ്യനായി ഭൂമിയിൽ ജനിച്ചതുകൊണ്ടാണ്
ദൈവദൂതന്മാർ പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ ഒരു കാര്യം അറിയിച്ചത്. മറിയയുടെ ഉദരത്തിൽ യേശുക്രിസ്തു ഉരുവായത് പ്രകൃത്യാതീതമായ വിധത്തിലായിരുന്നു എന്നുള്ളതിൻ്റെ സാക്ഷികളാണ് അന്ന് ആട്ടിടയന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട, അവരോട് സുവിശേഷം അറിയിച്ച ദൈവദൂതന്മാർ. ആറാമത്തെ സാക്ഷികൾ എന്ന് പറയുന്നത് ബേത്ലഹേമിൽ ഉണ്ടായിരുന്ന ഈ ആട്ടിടയന്മാരാണ്. നാം ഇപ്പോൾ കണ്ട ഈ ആട്ടിടയന്മാരാണ്. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിൽ പോയ ശേഷം ഇടയന്മാർ, നാം ബേത്ലഹേമോളം ചെന്ന് കർത്താവ് നമ്മോട് അറിയിച്ച ഈ സംഭവം കാണണം എന്ന് തമ്മിൽ പറഞ്ഞു. അവർ ബന്ധപ്പെട്ട് ചെന്നു മറിയയെയും യോസേഫിനെയും പശുത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. കണ്ട ശേഷം ഈ പൈതലിനെ കുറിച്ച് തങ്ങളോട് പറഞ്ഞ വാക്ക് അറിയിച്ചു. കേട്ടവർ എല്ലാവരും ഇടയന്മാർ പറഞ്ഞതിനെക്കുറിച്ച് ആശ്ചര്യപ്പെട്ടു. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 15 മുതൽ 18 വരെ. മറിയയുടെ അടുത്ത സാക്ഷികൾ ഈ ആട്ടിടയന്മാരാണ്. മറിയ പ്രസവിച്ച ഈ കുഞ്ഞ് യഹൂദന്മാർ കാത്തിരിക്കുന്ന കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവാണെന്ന് ആട്ടിടയന്മാർ മറിയയ്ക്ക് വേണ്ടി അവിടെയുള്ള സത്രത്തിലുണ്ടായിരുന്ന ആൾക്കാരോട് സാക്ഷ്യം പറയുകയാണ്. മറിയയുടെ അടുത്ത സാക്ഷി എന്ന് പറയുന്നത് യേശുക്രിസ്തു ജനിച്ചു കഴിഞ്ഞ് 8-ാം ദിവസം പരിച്ഛേദനയ്ക്ക് വേണ്ടി ദൈവാലയത്തിൽ കൊണ്ടുചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ശിമിയോൻ ആണ് 7-ാമത്തെ സാക്ഷി. ഞാൻ ആ ഭാഗം വായിക്കാം. യെരുശലേമിൽ ശിമിയോൻ എന്നു പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവും അവന്റെ മേലുണ്ടായിരുന്നു. കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവന് അരുളപ്പാടുണ്ടായിരുന്നു. അവൻ ആത്മനിയോഗത്താൽ ദൈവാലയത്തിൽ ചെന്നു. യേശു എന്ന പൈതലിനു വേണ്ടി ന്യായപ്രമാണത്തിന്റെ ചട്ടപ്രകാരം ചെയ്യുവാൻ അമ്മയപ്പന്മാർ അവനെ അകത്തു കൊണ്ടു ചെന്നപ്പോൾ അവൻ അവനെ കയ്യിൽ ഏന്തി ദൈവത്തെ പുകഴ്ത്തി. ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 25 മുതൽ 32 വരെയുള്ള വേദഭാഗങ്ങളാണ് നാം വായിച്ചത്. ഈ ശിമിയോൻ എന്ന വ്യക്തി ആരാണെന്നതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളും വേദപണ്ഡിതാക്കൾക്കിടയിലുണ്ട്. പ്രബലമായൊരു അഭിപ്രായം ഇസ്രായേലിലെ 1-ാമത്തെ റബ്ബാനായ ഹില്ലേലിന്റെ മകനും അവസാനത്തെ റബ്ബാനായ ഗമാലിയേലിന്റെ പിതാവും AD 13 സൻഹിദ്രി സംഘത്തിന്റെ തലവനുമായിരുന്ന ശിമിയോൻ ബെൻ ഹില്ലേലാണ് ഇദ്ദേഹം എന്നുള്ളതാണ്. അതിന് സാധ്യതയേറെ ഉണ്ട് താനും. കാരണം യഹൂദന്മാർ ഇന്നും ആദരിക്കുന്ന വ്യക്തികളാണ് റബ്ബാൻ ഹില്ലേലും അദ്ദേഹത്തിന്റെ പേരക്കുട്ടിയായ റബ്ബാൻ ഗമാലിയേലും. മുത്തച്ഛനെയും പേരക്കുട്ടിയെയും ആദരിക്കുന്ന യഹൂദന്മാർ പക്ഷേ ശിമിയോനെ കുറിച്ച് ഒരക്ഷരവും മിണ്ടാറില്ല. അപ്പൻ ഹില്ലേലിനെ പോലെയും മകൻ ഗമാലിയേലിനെ പോലെയും അപാര പണ്ഡിതനായിരുന്ന ശിമിയോൻ എന്തുകൊണ്ട് യഹൂദന്മാരാൽ അവഗണിക്കപ്പെട്ടു എന്ന ചോദ്യത്തിന് യുക്തിക്ക് നിരക്കുന്ന ഒരേ ഉത്തരം ശിശുവായ യേശുക്രിസ്തുവിനെ കയ്യിലേന്തിക്കൊണ്ട് നടത്തിയ ഈ പ്രവചനമല്ലാതെ വേറെ എന്തെങ്കിലുമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് തന്നെ ആയിരിക്കുള്ളൂ, വേറെ ഒരു ഇതും കാണുന്നില്ല. ഇനിയിപ്പോൾ ഗമാലിയേലിന്റെ പിതാവായിരിക്കുന്ന ആ ശിമിയോനല്ല ഈ ശിമിയോൻ എന്ന് വരികിലും നമുക്ക് വിഷയമൊന്നുമില്ല. ശിമിയോൻ പറയുന്ന കാര്യങ്ങൾക്കാണ് പ്രസക്തിയുള്ളത്. മറിയയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്ന ശിശു ഇരുട്ടിൽ ആണ്ടുകിടക്കുന്ന ജാതികൾക്ക് വെളിപ്പെടാനുള്ള പ്രകാശമാണ്, ഇസ്രായേലിന്റെ മഹത്വമാണ്, സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന ദൈവത്തിന്റെ രക്ഷയാണെന്നാണ് ശിമിയോൻ പറഞ്ഞത്. സ്ത്രീ പുരുഷ ബന്ധത്തിൽ നിന്ന് ജനിക്കുന്ന ഒരു സാധാരണ മനുഷ്യ ശിശുവിനെക്കുറിച്ച് ഒരു യഹൂദൻ ഒരിക്കലും ഇങ്ങനെ പറയുകയില്ല. അപ്പം മറിയ ഗർഭിണിയായത് ദൈവത്തിന്റെ ഇടപെടലിലൂടെയാണ് എന്നുള്ളതിന് അടുത്ത സാക്ഷി ഈ ശിമിയോൻ ആണ്. ഇനി 8-ാമത്തെ സാക്ഷി ഇതേ സമയത്ത് തന്നെ ഈ 8-ാം ദിവസം ദൈവാലയത്തിൽ ശിശുവിനെയും കൊണ്ട് ചെന്നപ്പോൾ, ശിശുവായ യേശുക്രിസ്തുവിനെയും കൊണ്ട് ചെന്നപ്പോൾ അവിടെ ഈ ശിമിയോൻ ഇങ്ങനെ പറഞ്ഞ സമയത്ത് തൊട്ടടുത്തുണ്ടായിരുന്ന ഹന്ന പ്രവാചികയാണ് അടുത്ത സാക്ഷി. ഞാൻ ആ ഭാഗം വായിക്കാം. ആശേർ ഗോത്രത്തിൽ ഫനുവേലിന്റെ മകളായ ഹന്ന എന്നൊരു പ്രവാചകി ഉണ്ടായിരുന്നു. അവൾ കന്യാകാലത്തിൽ പിന്നെ ഭർത്താവിനോടുകൂടെ 7 സംവത്സരം കഴിച്ച് 84 സംവത്സരം വിധവയും വളരെ വയസ്സ് ചെന്നവളുമായി ദൈവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു പോന്നു. ആ നാഴികയിൽ അവളും അടുത്തു നിന്ന് ദൈവത്തെ സ്തുതിച്ചു. യെരുശലേമിന്റെ വീണ്ടെടുപ്പിനെ കാത്തിരുന്ന എല്ലാവരോടും അവനെക്കുറിച്ച് പ്രസ്താവിച്ചു. ലൂക്കോസ് 2-ാം അധ്യായത്തിന്റെ 36 മുതൽ 38 വരെ. ശിമിയോൻ കുഞ്ഞിനെ കയ്യിലെടുത്ത്, ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയാണ് ഈ കുഞ്ഞ് എന്ന് പറഞ്ഞ് ദൈവത്തെ പുകഴ്ത്തിയപ്പോൾ പ്രവാചകയായ ഹന്ന ആ വാക്കുകളെ പൂർണ്ണമായി ശരിവയ്ക്കുകയും അവനെക്കുറിച്ച് പ്രസ്താവിക്കുകയും ചെയ്യുകയാണ്. ദൈവാലയത്തിലുണ്ടായിരുന്ന മറ്റാൾക്കാരോട് ഈ ശിശുവിനെക്കുറിച്ച് പ്രസ്താവിക്കുകയും ചെയ്യുന്നു.
മറിയയുടെ അടുത്ത സാക്ഷി എന്ന് പറയുന്നത് ഹന്നയാണ്. ഇനി അടുത്തത് 9-ാമത്തെയും 10-ാമത്തെയും സാക്ഷികളായിട്ട് യേശുക്രിസ്തുവിൻ്റെ ജനനത്തോടെ ആകാശത്ത് ഉദിച്ച നക്ഷത്രവും അതുപോലെ കിഴക്ക് നിന്ന് വന്ന വിദ്വാൻമാർ, ജ്ഞാനികളായിരിക്കുന്ന ആളുകളും. മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ. ഹെരോദാവിൻ്റെ കാലത്ത് യേശു യഹൂദ്യയിലെ ബത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരുശലേമിൽ എത്തി. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ. മത്തായി 2-ന്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ കൂടി വായിക്കാം. രാജാവ് പറഞ്ഞത് കേട്ട് അവർ പുറപ്പെട്ടു. അവർ കിഴക്ക് കണ്ട നക്ഷത്രം ശിശു ഇരിക്കുന്ന സ്ഥലത്തിന് മീതെ വന്ന് നിൽക്കുവോളം അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. ആ വീട്ടിൽ ചെന്ന് ശിശുവിനെ അമ്മയായ മറിയയോടുകൂടെ കണ്ടു വീണ് അവനെ നമസ്കരിച്ചു. നിക്ഷേപപാത്രങ്ങളെ തുറന്ന് അവന് പൊന്നും കുന്തിരുക്കവും മൂരും കാഴ്ചവെച്ചു. മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ഇസ്രായേലിൽ അതിനു മുൻപും ശേഷവും എത്രയോ ശിശുക്കൾ ജനിച്ചിട്ടുണ്ട്. പക്ഷെ മറിയ പ്രസവിച്ചപ്പോൾ മാത്രമാണ് ആകാശത്ത് നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടതും കിഴക്ക് നിന്നുള്ള വിദ്വാൻമാർ ആ നക്ഷത്രത്തെ പിന്തുടർന്ന് യെരുശലേമിലേക്ക് എത്തിയതും. മറിയയുടെ അടുത്ത സാക്ഷികൾ ഈ നക്ഷത്രവും വിദ്വാൻമാരും ആണ്. അടുത്തത് 11-ാമത്തെ സാക്ഷി, മറിയ ജനിക്കുന്നതിനും 700 വർഷത്തോളം മുമ്പ് ജീവിച്ചിരുന്ന യെശയ്യാ പ്രവാചകൻ. കാരണം യെശയ്യാ പ്രവാചകൻ വളരെ കൃത്യമായിട്ട് മറിയയെക്കുറിച്ചും മറിയയിൽ നിന്ന് ജനിക്കാൻ പോകുന്ന യേശുക്രിസ്തുവിനെക്കുറിച്ചും വ്യക്തമായിട്ട് പ്രവചിച്ചിട്ടുണ്ട്. ആ പ്രവചനം ഞാൻ വായിക്കാം. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരു അടയാളം തരും. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. യെശയ്യാവ് 7:14. യെശയ്യാവ് നടത്തിയ ഈ പ്രവചനത്തിൻ്റെ നിവൃത്തിയാണ് മറിയയിൽ സംഭവിക്കുന്നത്. ജനിക്കാൻ പോകുന്ന ശിശുവിനെക്കുറിച്ച് അല്ലെങ്കിൽ കന്യകയെക്കുറിച്ച്, കന്യകയിൽ നിന്ന് ജനിക്കാൻ പോകുന്ന ശിശുവിനെക്കുറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പ്രവചിച്ച യെശയ്യാവ്. ഇനി 12-ാമത്തെ സാക്ഷി എന്ന് പറയുന്നത് യേശുക്രിസ്തു തന്നെയാണ്. മറിയ സ്ത്രീ പുരുഷ ബന്ധത്താലല്ല, നിസ്തുല്യമായ വിധത്തിൽ ദൈവാത്മാവിൻ്റെ ശക്തിയാലാണ് ഗർഭം ധരിച്ചതും കുഞ്ഞിനെ പ്രസവിച്ചതും എന്നുള്ളതിൻ്റെ സാക്ഷി യേശുക്രിസ്തുവും ഒരു സാക്ഷിയാണ് അതിൻ്റെ. കാരണം ലോകത്ത് ഇന്ന് വരെ ധാരാളം സ്ത്രീകൾ പ്രസവിക്കുകയും കുഞ്ഞുങ്ങൾ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. മനുഷ്യവർഗം നിലനിന്ന് പോകുന്നത് തന്നെ അങ്ങനെയാണല്ലോ. സ്ത്രീകൾ പ്രസവിക്കുന്നു, കുഞ്ഞുങ്ങളുണ്ടാകുന്നു, അവർ വലുതായി കഴിയുമ്പോൾ വിവാഹം കഴിക്കുന്നു, പ്രസവിക്കുന്നു, അങ്ങനെയാണല്ലോ. പക്ഷെ യേശുക്രിസ്തുവിനെ പോലെ ഒരു മനുഷ്യൻ ലോകത്ത് ഇന്ന് വരെ വേറെ ഉണ്ടായിട്ടില്ല. യേശുക്രിസ്തുവിനെ പോലെ ഉപദേശിച്ചിട്ടുള്ള, യേശുക്രിസ്തുവിനെ പോലെ സ്നേഹിച്ചിട്ടുള്ള, യേശുക്രിസ്തുവിനെ പോലെ മനസ്സലിവ് കാണിച്ചിട്ടുള്ള, യേശുക്രിസ്തുവിനെ പോലെ ധാർമ്മികതയുടെ പര്യായമായ, യേശുക്രിസ്തുവിനെ പോലെ മനുഷ്യനോട് കരുണ കാണിച്ചിട്ടുള്ള, യേശുക്രിസ്തുവിനെ പോലെ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിച്ചിട്ടുള്ള, യേശുക്രിസ്തുവിനെ പോലെ ദയയുള്ള, യേശുക്രിസ്തുവിനെ പോലെ മനുഷ്യരുടെ പാപം തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് കുരിശിൽ കയറിയിട്ടുള്ള, യേശുക്രിസ്തുവിനെ പോലെ പാപപരിഹാരത്തിന് വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിച്ചിട്ടുള്ള, യേശുക്രിസ്തുവിനെ പോലെ മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റിട്ടുള്ള വേറൊരാൾ ലോകത്ത് ഇന്നുവരെ ഉണ്ടായിട്ടില്ല, ഇനിയോട്ടുണ്ടാകാനും പോകുന്നില്ല. അപ്പോൾ മറിയയുടെ ഏറ്റവും വലിയ സാക്ഷി എന്ന് പറയുന്നത് അത് യേശുക്രിസ്തു തന്നെയാണ്. അപ്പം ഇങ്ങനെ ധാരാളം സാക്ഷികൾ മറിയയുടെ കാര്യത്തിൽ പറയാനുണ്ട്. ചിന്തിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ തെളിവുകൾ അവന് മതിയാകും. കന്യകയായിരുന്ന മറിയ ഗർഭിണിയായി യേശുവിനെ പ്രസവിച്ചത് നമുക്ക് പരിചയമുള്ള സാധാരണ സ്ത്രീ പുരുഷ ബന്ധത്തിലൂടെയല്ല, മറിച്ച് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ ഭാഗമായി ദൈവാത്മാവിൻ്റെ പ്രവൃത്തിയാലാണെന്ന് മനസ്സിലാക്കാൻ ചിന്തിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഇത്രയും തെളിവുകൾ മതി. നിരീശ്വരവാദികൾ ദൈവത്തെ അംഗീകരിക്കുന്നില്ല എന്ന് വെച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തി ഇല്ലാതാകുന്നില്ല. ദൈവം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ദൈവം തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് തൻ്റെ പദ്ധതിയുമായി മുന്നോട്ട് പോകും. താല്പര്യമുള്ളവർക്ക് ദൈവത്തിൻ്റെ ഭാഗത്തേക്ക് വരാം, അല്ലാത്തവർക്ക് ഇപ്പോഴുള്ളതുപോലെ തന്നെ അങ്ങ് തുടരാം. അത്രയേ ഉള്ളൂ കാര്യം. ദൈവം ഒരാളെയും നിർബന്ധിക്കുന്നില്ല. ദൈവം മനുഷ്യർക്ക് ഫ്രീ വില്ല് കൊടുത്തിട്ടുണ്ട്, തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം. അത് ഏദൻ തോട്ടത്തിലും കൊടുത്തിട്ടുണ്ട്, ഇന്നും കൊടുത്തിട്ടുണ്ട്. ഏദൻ തോട്ടത്തിൽ ആദമിനോടും അത് തന്നെയാണ് പറഞ്ഞത്. നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് എന്ന് പറയുമ്പോൾ തിന്നാനുള്ള സ്വാതന്ത്ര്യം അവന് കൊടുത്തിട്ടാണ് പറയുന്നത്, നീ ഇത് തിന്നാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ തിന്നാനും തിന്നാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം. മറ്റൊരു കാര്യത്തിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ വാക്ക് അനുസരിക്കാനും തള്ളിക്കളയാനുള്ള സ്വാതന്ത്ര്യം, ദൈവത്തിൽ വിശ്വസിക്കാനും ദൈവം പറഞ്ഞ കാര്യം വിശ്വസിക്കാനും അവിശ്വസിക്കുവാനുള്ള സ്വാതന്ത്ര്യം. അതാണ് ഫ്രീ വില്ലെന്ന് പറയുന്നത്. ഏതൊരു കാര്യവും എൻ്റെ ഇഷ്ടപ്രകാരം എനിക്ക് തിരഞ്ഞെടുക്കാം, അതാണ് ഫ്രീ വില്ലെന്ന് പറയുന്നത്. നിരീശ്വരവാദികൾക്ക് പലർക്കും ഫ്രീ വില്ലെന്ന് പറഞ്ഞാൽ എന്താണെന്ന് പിടികിട്ടിയിട്ടില്ല. അവരുടെ ധാരണ എന്തും ഇഷ്ടം പോലെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണെന്നാണ്. എന്തും ചെയ്യാം. ഫ്രീ വില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ഇഷ്ടത്തിന് തോന്നുന്ന എന്തും ചെയ്യാമെന്നുള്ളതാണ്. അതല്ല ഫ്രീ വില്ലെന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യാനൊന്നും പറ്റിയൊന്നുമില്ല. ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ അനന്തരഫലം അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. എന്തും തോന്നിയതുപോലെ ചെയ്യാനുള്ളതല്ല
ഫ്രീ വിൽ എന്ന് പറയുന്നത്, മറിച്ച് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. എന്ത് വേണം എന്ത് വേണ്ട എന്ന് തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ബാഹ്യമായ യാതൊരു പ്രേരണയുമില്ലാതെ ഒരു വ്യക്തിക്ക് തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യത്തിനെയാണ് ഫ്രീ വിൽ എന്ന് പറയുന്നത്. അവൻ്റെ സ്വതന്ത്ര ഇച്ഛയിൽ അവന് തോന്നുകയാണ് ഞാൻ ദൈവത്തെ തിരഞ്ഞെടുക്കുന്നു, ദൈവം പറയുന്നതനുസരിച്ച് ജീവിക്കും. അല്ലെങ്കിൽ അവന് ചിന്തിക്കുകയാണ് എനിക്ക് ദൈവം വേണ്ട, ഞാൻ ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ അങ്ങ് എൻ്റെ സ്വന്തം എനിക്ക് തോന്നിയതുപോലെ ചെയ്ത് എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ ജീവിക്കും. അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അന്ന് ആദമിൻ്റെ മുമ്പാകെ പറഞ്ഞതുപോലെ തന്നെയാണ് ഇന്നും മനുഷ്യവർഗത്തോട് ദൈവം പറയുന്നത്. യേശു ക്രിസ്തുവിനെ നൽകിയിട്ട് പറയുകയാണ്, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീ രക്ഷ പ്രാപിക്കും. പക്ഷെ അപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാതിരിക്കാൻ, അതിനെ തള്ളിക്കളയാനുള്ള സ്വാതന്ത്ര്യം അവന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അനന്തരഫലം അവൻ അനുഭവിക്കേണ്ടി വരും. യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അനന്തരഫലവും അവന് ലഭിക്കും. എന്താണ്? അത് സ്വർഗ്ഗമാണ്. പാപമോചനം ലഭിക്കും, ദൈവത്തോടൊപ്പം സ്വർഗ്ഗത്തിലായിരിക്കുക എന്നുള്ളതാണ്. യേശു ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞു കഴിഞ്ഞാലോ അതിൻ്റെ അനന്തരഫലം എന്ന് പറയുന്നത് നരകമാണ്, മറ്റൊന്നുമില്ല. അപ്പം ഇത് ദൈവം മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നതാണ്. അവൻ്റെ ഇഷ്ടപ്രകാരം ചെയ്യാം. ഇത്രയേ ഉള്ളൂ കാര്യം. മറിയയ്ക്കെതിരായി നിരീശ്വരവാദികൾ ഇങ്ങനെയുള്ളൊരു വാദമൊക്കെ കൊണ്ടുവരുമ്പോൾ, മറിയ വേറെ വിധത്തിലാണ്, വ്യഭിചാരം ചെയ്തിട്ടാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലൊക്കെയാണ് ഗർഭിണിയായതെന്നൊക്കെ ഉള്ള ഈ വാദം കൊണ്ടുവരുമ്പോൾ, ഈ വാദം എന്നല്ല ഏതൊരു വാദമായാലും നമ്മളൊരു വാദം ഉന്നയിക്കുമ്പോൾ അതിൻ്റെ യുക്തിയും ആ വാദം നിലനിൽക്കാനുള്ള സാധുതയും ആദ്യം ആരായണം, എന്നിട്ടേ വാദം ഉന്നയിക്കാവൂ. ഏതൊരു കാര്യവും ഇപ്പം ഞങ്ങളൊക്കെ പലരുമായിട്ടും ഡിബേറ്റ് നടത്താറുള്ളതാണ്. അപ്പോൾ ഡിബേറ്റിൽ ഞങ്ങളൊരു വാദം ഉന്നയിക്കുന്നതിന് മുമ്പേ അതിനെക്കുറിച്ച് പലവട്ടം ചിന്തിക്കാറുണ്ട്. നമ്മൾ സ്വയം ചിന്തിച്ച ഒരു വാദം ഉണ്ടാക്കിയെടുത്തു. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കൂട്ടു സഹോദരങ്ങളുമായിട്ട് ഈ വിഷയം ചർച്ച ചെയ്യും. ട്രൂത്ത് ഫൈറ്റേഴ്സിനകത്തുള്ള ആൾക്കാർ അല്ലെങ്കിൽ സാക്ഷിയിനകത്തുള്ള ആൾക്കാരുമൊക്കെ ആയിട്ട് ഞാനൊരു സാധനം കൊണ്ടുവരുമ്പോൾ ഞാനത് ചർച്ച ചെയ്യാറുണ്ട്. അവരോട് ചർച്ച ചെയ്തിട്ട് ഇതിനെതിരായി എന്തൊക്കെ വാദങ്ങൾ മറുപക്ഷത്തു നിന്ന് വരും എന്നുള്ളത് അവരോട് ചോദിക്കും. അപ്പോൾ പലരും പല പല വാദങ്ങൾ അതിനെതിരായിട്ട് കൊണ്ടുവരും. എതിർവാദങ്ങൾ ഇങ്ങനെ പറയാൻ സാധ്യതയുണ്ട്, ഇങ്ങനെ പറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ പിന്നെ ചിലതിന് എനിക്ക് ഉത്തരം ഉണ്ടാവില്ല. വീണ്ടും പോയി ഞാൻ പരിശോധിക്കും, ബൈബിൾ പരിശോധിക്കും, അല്ലെങ്കിൽ മറ്റ് ഗ്രന്ഥങ്ങൾ പരിശോധിച്ച് അതിന് മറുപടി ഉണ്ടോ. ഓക്കെ. അപ്പോൾ ആ വാദം അവരതിന് എതിർവാദം പറഞ്ഞാലും കുഴപ്പമില്ല, നമുക്കതിന് ഉത്തരവുണ്ട്. പിന്നെ അടുത്ത വാദം, ഇങ്ങനെ പലതും പരിശോധിച്ച് എത്ര എതിർവാദം വന്നാലും അതിനെല്ലാം നമുക്ക് മറുപടി പറയാൻ കഴിയുമെന്നുള്ളൊരു ഉറപ്പ് കിട്ടിയതിന് ശേഷം മാത്രമേ ഞങ്ങൾ ആ വാദം പബ്ലിക്കിലേക്ക് കൊണ്ടുവരികയുള്ളൂ. ഓരോ വീഡിയോ ചെയ്യുന്നതിന് മുമ്പേ ഞങ്ങൾ നോക്കും, ഈ വീഡിയോയിൽ ഞങ്ങൾ പറയുന്ന ഈ കാര്യത്തിനെതിരായിട്ട് എന്തൊക്കെ വാദങ്ങൾ എതിർവശത്തുനിന്ന് വരാൻ സാധ്യതയുണ്ടെന്ന്. എന്നിട്ട് ഞങ്ങളത് ചെയ്യുകയുള്ളൂ. പക്ഷേ യുക്തിവാദികളെന്ന് പറഞ്ഞു നടക്കുന്ന ബുദ്ധിരാക്ഷസന്മാരെന്ന് സ്വയം അഭിമാനിക്കുന്ന നിരീശ്വരവാദികൾക്ക് ഇങ്ങനെ ഒരു സംഗതിയെക്കുറിച്ച് ഒരു ധാരണയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു വാദം നമ്മൾ ഉന്നയിക്കുമ്പോൾ ആ വാദത്തിൻ്റെ യുക്തിയുണ്ട്, അതുപോലെ തന്നെ ആ വാദം നിലനിൽക്കാനുള്ള സാധുത, ഇത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതിനാദ്യം വേണ്ടത് ഏത് വിഷയത്തിലാണോ നമ്മളൊരു വാദം ഉന്നയിക്കുന്നത് ആ വിഷയത്തെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്ന ഏറ്റവും ആധികാരികമായ ഗ്രന്ഥം ഏതാണോ അത് വായിച്ചു നോക്കണം. അത് വായിച്ചു നോക്കിയിട്ട് വേണം നമ്മളൊരു വാദം ഉണ്ടാക്കിയെടുക്കാൻ. യുക്തിവാദികളെന്ന് അവകാശപ്പെടുന്ന നിരീശ്വര മതക്കാർക്ക് പ്രത്യേകിച്ച് യാതൊരു യുക്തിബോധവും ഇല്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് ഇവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ബൈബിളിനെതിരെ സംസാരിക്കാൻ വരുമ്പോൾ, ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും കാര്യത്തെ വിമർശിച്ചുകൊണ്ട് അതങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറഞ്ഞൊക്കെ സംസാരിക്കാൻ വരുമ്പോൾ ഒരു വട്ടം പോലും ബൈബിൾ വായിച്ചു നോക്കാതെയാണ് ഇവർ ഇങ്ങനെയുള്ള വാദവും കൊണ്ടുവരുന്നത്. മറിയയ്ക്കെതിരായിട്ട് നിരീശ്വര മതക്കാർ ആരോപിക്കുന്ന ദുരാരോപണം ഉണ്ടല്ലോ, വിശുദ്ധ മറിയ അവിഹിതമായ മാർഗത്തിലൂടെ ഏതെങ്കിലും മനുഷ്യനിൽ നിന്നാണ് ഗർഭം ധരിച്ചതെന്നുള്ള ഇവരുടെ വാദം. ആ വാദം ഇപ്പോഴും സത്യമാണെന്ന്, ഇപ്പോൾ ഈ രണ്ട് വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടും അത് സത്യമാണെന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുത്തരം പറയേണ്ട ചില ചോദ്യങ്ങളുണ്ട്. തികച്ചും യുക്തിപരമായ ചോദ്യങ്ങളാണ്. ഞാനത് ഓരോന്നായി ചോദിക്കാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, മോശയുടെ ന്യായപ്രമാണപ്രകാരം ഒരു സ്ത്രീ അവിഹിത മാർഗത്തിലൂടെ ഗർഭിണിയായാൽ അവളെയും ഗർഭിണിയാക്കിയവനെയും കല്ലെറിഞ്ഞു കൊല്ലണം. ഇനി പുരുഷനെ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? അവിഹിത ഗർഭം ധരിച്ച സ്ത്രീയെ അവർ കല്ലെറിഞ്ഞു കൊല്ലുമായിരുന്നു. യഹൂദന്മാരത് ചെയ്തു പോന്നിരുന്നതായിട്ട് നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 1 മുതൽ 11 വരെയുള്ള ഭാഗത്ത് നമുക്കത് കാണാം. യേശുക്രിസ്തുവിന്റെ കാലത്ത് യഹൂദന്മാരത് ചെയ്തിരുന്നതായിട്ട്. അവിടെ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ കൊണ്ടുവരികയാണ്. എന്നിട്ട് യേശുക്രിസ്തുവിൻ്റെ മുമ്പാകെ നിർത്തിയിട്ട് ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ് മോശ പറഞ്ഞിട്ടുള്ളത്, അങ്ങ് എന്താണ് പറയുന്നതെന്ന് ഒന്ന് ചോദിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിനെ കൊടുക്കാൻ വേണ്ടി ചോദിക്കുന്നതാണത്. അവിടെയാണ് നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ കല്ലെറിയട്ടെ എന്ന ആ സുപ്രസിദ്ധമായ വാക്യം യേശുക്രിസ്തു പറയുന്നത്. മനോവൈകല്യം ബാധിച്ച നിരീശ്വര മതക്കാർ ആരോപിക്കുന്നത് പോലെ മറിയ അവിഹിത മാർഗത്തിലൂടെ ഗർഭിണിയായവളായിരുന്നെങ്കിൽ യഹൂദന്മാർ എന്തുകൊണ്ട് മറിയയെ കല്ലെറിഞ്ഞു കൊല്ലാതെ ജീവനോടെ നിലനിർത്തി? ഇതാണ് നിങ്ങൾ മറുപടി പറയേണ്ട ഒന്നാമത്തെ ചോദ്യം. വ്യഭിചാരത്തിലൂടെയാണ് മറിയ ഗർഭിണിയായതെങ്കിൽ തീർച്ചയായിട്ടും യഹൂദന്മാർ കല്ലെറിഞ്ഞു കൊല്ലുമായിരുന്നു. എന്തുകൊണ്ട് മറിയയെ കല്ലെറിഞ്ഞു കൊന്നില്ല? ഇനി രണ്ടാമത്തെ ചോദ്യം, ആ കാലത്തെ യഹൂദന്മാർ പറഞ്ഞത്
ആ കാലത്തെ യഹൂദന്മാരാണ് കേട്ടോ. അതിനുശേഷമുള്ള പിൽക്കാലത്ത് വന്ന 3-ാം നൂറ്റാണ്ടിലെ യഹൂദന്മാർ യേശു ക്രിസ്തുവിനും മറിയയ്ക്കെതിരെയൊക്കെ കുറേ ദുരാരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അവരുടെ തൽമൂദിലൊക്കെ പറയുന്നുണ്ട്. അതിൽ വലിയ കഥയൊന്നുമില്ല ആ പറയുന്നതിൽ. കാരണം നിലവിലുണ്ടായിരുന്ന ആളുകൾ എന്ത് പറഞ്ഞിരിക്കുന്നു അതാണ് അറിയേണ്ടത്. ആ കാലത്ത് അതിന് ദൃക്സാക്ഷികളായിരുന്ന ആൾക്കാർ എന്താണോ പറഞ്ഞത് അതിനാണ് വില. അല്ലാണ്ട് 100-300 കൊല്ലമൊക്കെ കഴിഞ്ഞ് 250 കൊല്ലം 300 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ട് ചില ആൾക്കാർ വന്നിട്ട് അവരങ്ങനെയായിരുന്നു ഇവരിങ്ങനെയായിരുന്നു പറയുന്നതിലൊന്നും യാതൊരു കഴമ്പുമില്ല. അതുകൊണ്ട് തൽമൂദിൽ യേശു ക്രിസ്തുവിനും മറിയയ്ക്കെതിരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും വാസ്തവത്തിൽ ഒട്ടും വില കൊടുക്കേണ്ടതല്ല. അതുകൂടിയാണ് ആ ഭാഗം ഞാൻ മറുപടി പറയാൻ പോലും ഞാൻ ആ ഭാഗം ഇവിടെ എടുക്കുന്നില്ല. അത് പലരോട് പറഞ്ഞിരുന്നു തൽമൂദിൽ ആ ആരോപണത്തിന് മറുപടി പറയണമെന്ന്. അതിൻ്റെ ആവശ്യമില്ല. കാരണം ആ കാലത്തെ യഹൂദന്മാരെന്താണ് പറഞ്ഞത് അതാ നോക്കേണ്ടത്. ചരിത്രകാരന്മാർ ഒരു വിഷയത്തെക്കുറിച്ച് അന്വേഷിച്ച് ചെല്ലുമ്പോൾ, ചരിത്രത്തിൽ നിന്നോ നടന്നൊരു സംഭവത്തെക്കുറിച്ച് അവർ അന്വേഷിച്ച് ചെല്ലുമ്പോൾ അവർ ഏറ്റവും വില കൊടുക്കുന്നത് ആ കാലഘട്ടത്തിൽ അതിന് ദൃക്സാക്ഷികളായ ആളുകൾ എന്താണ് പറഞ്ഞത്, അവരെന്താണ് മനസ്സിലാക്കിയത് എന്നുള്ളതാണ്. പ്രൈമറി സോഴ്സ് അഥവാ പ്രാഥമിക സോഴ്സ് എന്ന് പറയുന്നത് അതാണ്. പ്രാഥമിക സ്രോതസ് എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ അതിന് ദൃക്സാക്ഷികളായ ആൾക്കാർ എന്ത് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് തന്നെ നമ്മളിവിടെ നോക്കുമ്പോൾ ആ കാലത്ത് യഹൂദന്മാർ പറഞ്ഞത് എന്താണെന്നറിയോ? യേശു യോസേഫിൻ്റെ മകനാണെന്നായിരുന്നു. മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 53 മുതൽ 56 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. ഈ ഉപമകളെ പറഞ്ഞു തീർന്ന ശേഷം യേശു അവിടം വിട്ട് തൻ്റെ പിതൃനഗരത്തിൽ വന്നു. അവരുടെ പള്ളിയിൽ അവർക്ക് ഉപദേശിച്ചു. അവർ വിസ്മയിച്ചു. ഇവന് ഈ ജ്ഞാനവും വീര്യപ്രവൃത്തികളും എവിടെ നിന്ന്? ഇവൻ തച്ചൻ്റെ മകനല്ലയോ? ഇവൻ്റെ അമ്മ മറിയ എന്നവളല്ലയോ? ഇവൻ്റെ സഹോദരന്മാർ യാക്കോബ്, യോസെ, ശിമയോൻ, യൂദ എന്നിവർ അല്ലയോ? ഇവൻ്റെ സഹോദരികളുമെല്ലാം നമ്മോടുകൂടെ ഇല്ലയോ? ഇവനിതൊക്കെയും എവിടെ നിന്ന് എന്ന് പറഞ്ഞ് അവങ്കൽ ഇടറിപ്പോയി. മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 53 മുതൽ 56 വരെ. അപ്പോൾ ജനം ചോദിക്കണം, ഇവൻ തച്ചൻ്റെ മകനല്ലേ? അതായത് യോസേഫ് എന്ന തച്ചൻ യോസേഫിൻ്റെ മകനല്ലേ എന്നാണ് ചോദിക്കുന്നത്. ഇനി ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: യേശുവിന് താൻ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ഏകദേശം 30 വയസ്സായിരുന്നു. അവൻ യോസേഫിൻ്റെ മകൻ എന്ന് ജനം വിചാരിച്ചു. അവൻ യോസേഫിൻ്റെ മകൻ എന്ന് ജനം വിചാരിച്ചു. ലൂക്കോസ് 3:22. ഈ നാസ്തിക മതക്കാർ പറയുന്നത് പോലെ മറിയയ്ക്ക് അവിഹിത മാർഗത്തിലൂടെ ഉണ്ടായ മകനാണ് യേശു എങ്കിൽ എന്തുകൊണ്ടാണ് ജനം യേശുവിനെ മറിയയുടെ ഭർത്താവായ യോസേഫിൻ്റെ പുത്രനായി കണ്ടത്? ജനത്തിനറിയാമല്ലോ, വിവാഹത്തിന് മുമ്പേ ഇവൾ ആരിൽ നിന്നോ ഗർഭിണിയായവളാണ്, അതിലുണ്ടായ മകനാണ് യേശു, അല്ലാതെ യോസേഫിൻ്റെ മകനല്ല എന്ന്. അപ്പോൾ പിന്നെ അവരെങ്ങനെയാണ് അവനെ യോസേഫിൻ്റെ മകനായി കാണുന്നത്? അതിന് ഉത്തരം പറ നിങ്ങൾ. അപ്പോൾ നമ്മൾ ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഇവർ പുതിയ വാദവുമായിട്ട് വരും. ഫേസ്ബുക്കിൽ ഈ വിഷയത്തിൽ ഞങ്ങൾ ചർച്ച നടത്തി കഴിഞ്ഞപ്പോൾ നിരീശ്വരവാദികളോട് ഞങ്ങൾ ചോദിച്ച ചോദ്യമാണിത്. ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ അവിടെ കൊണ്ടുവന്നൊരു വാദമുണ്ട്. അതാ രസം. മറിയ ഗർഭിണിയായത് യോസേഫിൽ നിന്നാണ്. വിവാഹ നിശ്ചയത്തിന് ശേഷം വിവാഹം നടക്കുന്നതിന് മുമ്പേ യോസേഫ് മറിയയെ ഗർഭിണിയാക്കി. അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് നാട്ടുകാർ യേശുവിനെ യോസേഫിൻ്റെ മകൻ എന്ന് വിചാരിച്ചത് എന്ന വാദവുമായിട്ടാണ് ഇവർ പിന്നെ വരുന്നത്. കാരണം ഇവർക്ക് എങ്ങനെ ആയാലും യേശു ക്രിസ്തു കന്യകയിൽ നിന്ന് ജനിച്ചു എന്നുള്ള കാര്യം അത് അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല, അതിനെ നിഷേധിക്കണം. ആ നിഷേധത്തിന് വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനെ വാദം കൊണ്ടുവരുന്നത്, യോസേഫാണ് പിതാവെന്നും പറഞ്ഞിട്ട്. അങ്ങനെ ഒരു വാദം ഉന്നയിക്കുമ്പോൾ 2 ചോദ്യത്തിന് മറുപടി പറയേണ്ടി വരും. ഇങ്ങനെ ഒരു വാദം ഉന്നയിക്കുന്ന ആൾക്കാർ 2 ചോദ്യത്തിന് മറുപടി പറയേണ്ടി വരും. ചോദ്യം എ: വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട ഒരു യുവതി വിവാഹ നിശ്ചയം ചെയ്ത ആളിൽ നിന്ന് ഗർഭിണിയായാൽ തൻ്റെ ഗർഭത്തിന് ഉത്തരവാദി നിയുക്ത വരൻ ആണെന്ന് അവൾ പറഞ്ഞാൽ മതി. അവരെ കല്ലെറിഞ്ഞു കൊല്ലുകയില്ലെന്ന് മാത്രമല്ല, എത്രയും പെട്ടെന്ന് അവരുടെ വിവാഹം നടത്തി കൊടുക്കുകയും ചെയ്യുമായിരുന്നു യഹൂദന്മാർ. അതായിരുന്നു അവരുടെ അന്നത്തെ രീതി, പതിവ്. കാരണം വിവാഹ നിശ്ചയം കഴിഞ്ഞതിന് ശേഷം ഗർഭിണികളായിട്ടുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാകുമ്പോൾ അവർ ചെയ്യുന്നത് ഇങ്ങനെയാണ്. നിയുക്ത വരൻ ഒഴികെ വേറെ ആരുടെ പേര് പറഞ്ഞാലും ആ വ്യക്തിയും ഈ സ്ത്രീയും കല്ലെറിഞ്ഞു കൊല്ലപ്പെടും. നിയുക്ത വരൻ്റെ പേര് പറഞ്ഞാൽ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ. അപ്പോൾ യോസേഫിൽ നിന്നാണ് മറിയ ഗർഭിണിയായതെങ്കിൽ യോസേഫിൻ്റെ പേര് പറഞ്ഞ് തൻ്റെ ജീവൻ സുരക്ഷിതമാക്കാനല്ലേ മറിയ ശ്രമിക്കുകയുള്ളൂ. അത് വിട്ടിട്ട് മാനുഷിക ബന്ധത്താലല്ല ഞാൻ ഗർഭിണിയായത്, ദൈവദൂതൻ എന്നോട് പറഞ്ഞത് ഞാൻ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ഗർഭിണിയായതെന്ന് പറഞ്ഞ് സ്വന്തം ജീവൻ അപകടത്തിലാക്കാൻ മറിയ ശ്രമിക്കുമായിരുന്നു. ഇതാണ് ഒന്നാമത്തെ ചോദ്യം. ചോദ്യം ബി: മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 18-19 പറയുന്നത് മറിയ ഗർഭിണിയാണെന്ന് യോസേഫ് കണ്ടപ്പോൾ അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു എന്നാണ്. മറിയയുടെ ഗർഭത്തിന് ഉത്തരവാദി യോസേഫ് ആണെങ്കിൽ എന്തിനാണ് ആ ഗർഭത്തിൻ്റെ പേരിൽ മറിയയെ ഉപേക്ഷിക്കാൻ യോസേഫ് തീരുമാനിക്കുന്നത്? അത് പറ. അപ്പോൾ നമ്മളിത് ചോദിക്കുമ്പോൾ ഇവർ വീണ്ടും പഴയ വാദം തന്നെ ഉന്നയിക്കും. മറിയ വേറെ ഏതോ ഒരാളിൽ നിന്നാണ് ഗർഭിണിയായത്, അതുകൊണ്ടാണ് യോസേഫ് അവളെ ഉപേക്ഷിക്കാൻ ഭാവിച്ചത്.
അങ്ങനെ പറയുമ്പോൾ നമ്മൾ വീണ്ടും ചോദിക്കുകയാണ്, മറിയ അവിഹിത മാർഗത്തിലൂടെയാണ് ഗർഭിണിയായതെങ്കിൽ യോസെഫ് എന്തുകൊണ്ടാണ് അവളെ തൻ്റെ ഭാര്യയായി സ്വീകരിച്ചതും പിന്നീട് ഹെരോദാവിൽ നിന്ന് തൻ്റെ ജീവന് ഭീഷണി വരെ ഉണ്ടാകുമെന്നറിഞ്ഞിട്ടും മറിയയെയും കുഞ്ഞിനെയും ഉപേക്ഷിക്കാതിരുന്നതും? അമ്മയെയും കുഞ്ഞിനെയും കൊണ്ട് ഈജിപ്തിലേക്ക് പോകുന്നുണ്ട്. ശിശുവായിരിക്കുന്ന യേശുവിനെയും കൊണ്ട്, പിന്നെ ഭാര്യ യുവതിയായിരിക്കുന്ന മറിയയെയും കൊണ്ട് യോസെഫ് ഈജിപ്റ്റ് വരെ പോവുകയാണ്. ഈജിപ്തിൽ ചെന്നിട്ട് കുഞ്ഞിനെ എത്ര വർഷം എന്ന് നമുക്കറിയില്ല, ഹെരോദാവിൻ്റെ മരണം വരെ അവരവിടെ താമസിക്കുകയാണ്. ആ സമയത്തെല്ലാം അവിടെ പരിചിതമല്ലാത്തൊരു സ്ഥലത്ത് ചെന്ന് അധ്വാനിച്ച് ഈ കുടുംബം പോറ്റുകയാണ് യോസെഫ്. എന്തിന്? മറിയ വേറൊരാളിൽ നിന്നാണ് ഗർഭിണിയായതെങ്കിൽ യോസെഫിന് ഇതൊക്കെ ഏറ്റെടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അപ്പോൾ മറിയയ്ക്കെതിരെ അതിനിന്ദ്യമായ ഒരു ആരോപണം ഇവർ ഉന്നയിച്ചിരിക്കുന്നതിനാൽ ഈ 5 ചോദ്യങ്ങൾക്കും പ്രമാണബദ്ധമായ മറുപടി തരാനുള്ള ധാർമ്മിക ബാധ്യത നിരീശ്വരവാദികൾക്കുണ്ട്. അതുകൊണ്ട് അക്കമിട്ട് ഈ 5 ചോദ്യങ്ങൾക്കും നിരീശ്വര മതക്കാർ മറുപടി പറയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ മറുപടി പറയണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അതെല്ലാം ഉണ്ടെങ്കിൽ ഇത്തരം ആരോപണങ്ങൾ നിങ്ങൾ അവസാനിപ്പിക്കണം. ഉളുപ്പെന്ന് പറയുന്നത് ഇത്തിരിയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇനി ഈ 5 ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ ഈ ആരോപണവുമായിട്ട് വരരുത്. ലോകത്ത് അവിശ്വാസികളായ അനേകർ ബൈബിൾ വായിച്ചിട്ടുണ്ട്, ഇപ്പോഴും വായിക്കുന്നുണ്ട്. അവരിൽ ബാഡ് ടേസ്റ്റ് ഉള്ളവർ മാത്രമേ യേശുവിനെ അവഹേളിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുള്ളൂ. ഇതെൻ്റെ വാക്കുകളല്ല, പ്രശസ്ത സാഹിത്യ വിമർശകനായ എം കൃഷ്ണനായർ പറഞ്ഞതാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞാൻ അങ്ങനെ തന്നെ ഉദ്ധരിക്കാം. മഹാപുരുഷന്മാരെ മലിനീകരിക്കുന്നത് ബാഡ് ടേസ്റ്റാണ്. അരുതാത്തത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആഹ്ലാദം, ഇത് വൾഗാരിറ്റിയാണ്. സാഹിത്യ വാരഫലം പേജ് 266, 267. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അവഹേളനപരമായ ഒരു കൃതിയെ വിമർശിക്കുന്ന സമയത്താണ് കൃഷ്ണനായർ ഇത് പറയുന്നത്. കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന സി അച്യുതമേനോൻ്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് കൃഷ്ണനായർ ഈ ബാഡ് ടേസ്റ്റിനെ പറ്റി പറഞ്ഞത്. ക്രിസ്തുവിനെ ഒരു ദുർബലനായിട്ടല്ല, അസാമാന്യ ധീരതയും ഉൾക്കരുത്തുമുള്ള ഒരു മഹാപുരുഷനായിട്ടാണ് ബൈബിൾ ചിത്രീകരിക്കുന്നത്. ആ മഹനീയ വിഗ്രഹത്തെ എന്തിനിങ്ങനെ അലങ്കോലപ്പെടുത്തി? ഇഹലോകത്തിൽ മനുഷ്യർക്ക് പൂജാവിഗ്രഹങ്ങളായി ചരിത്രത്തിൽ അപൂർവം ചില വ്യക്തികളെയുള്ളൂ. അവരിൽ ഒരാളായ യേശുവിനെ ഇപ്രകാരം ചിത്രീകരിച്ചത് അക്ഷന്തവ്യമായ ഒരു തെറ്റാണ്. എം കൃഷ്ണനായർ, സാഹിത്യവാരഫലം പേജ് 266. ഇത് സി അച്യുതമേനോൻ്റെ ഉദ്ധരണിയാണ്. സി അച്യുതമേനോൻ പറഞ്ഞത് കൃഷ്ണനായർ ഉദ്ധരിച്ചതാണ്. അപ്പം മനസ്സിലും ചിന്തയിലും വൾഗാരിറ്റിയുമായി നടക്കുന്ന ആൾക്കാരായതുകൊണ്ടാകാം ഈ നിരീശ്വര മതക്കാർക്ക് യേശുക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത്. അതിന് ഞങ്ങളാരും കുറ്റക്കാരല്ല. നല്ലൊരു സൈക്യാട്രിസ്റ്റിനെ എത്രയും വേഗം കാണുക എന്ന് മാത്രമേ ഇതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യാനുള്ളൂ. വേറെ ഒന്നും ചെയ്യാനില്ല. ഏതായാലും നമ്മളിങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഇവർ അടുത്ത ഉഡായിപ്പ് വാദം എടുക്കും. അതെന്താണെന്നോ, ബൈബിളിൽ നിന്നുള്ള വാക്യങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് യേശു ക്രിസ്തു ഗർഭിണിയായത് പരിശുദ്ധാത്മാവുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് കൊണ്ടാണെന്നായിരിക്കും ഇവർ ആരോപിക്കുക. മറ്റൊരുത്തൻ്റെ ഭാര്യയെ ബലാത്സംഗം ചെയ്ത് പരിശുദ്ധാത്മാവ് ഗർഭിണിയാക്കിയ ഒരു ദൈവത്തിന് ഇതൊക്കെ യോജിച്ചതാണോ എന്നൊക്കെ ചോദിക്കും. ഇങ്ങനെയൊക്കെയുള്ള കുറേ ചോദ്യങ്ങൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. വാസ്തവത്തിൽ ഇങ്ങനെയൊരു ആരോപണത്തിന് കാലുകുത്താനുള്ള ഇടം പോലും ബൈബിൾ നൽകുന്നില്ല. യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നത് നാം മുമ്പ് വായിച്ചതാണെങ്കിലും ഒരു പ്രാവശ്യം കൂടി ഞാനത് വായിക്കാം. അതത്ര പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ് ഞാൻ പിന്നെയും വായിക്കുന്നത്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ജനനം ഈ വണ്ണം ആയിരുന്നു. അവൻ്റെ അമ്മയായ മറിയ യോസേഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. അവളുടെ ഭർത്താവായ യോസെഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സിലായകൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു. ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിൻ്റെ മകനായ യോസെഫെ, നിന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേർ ഇടണം എന്ന് പറഞ്ഞു. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു. ഇത് മത്തായി സുവിശേഷത്തിലുള്ളത്. ഇനി ലൂക്കോസിൻ്റെ സുവിശേഷത്തിലുള്ളത്, അത് നമ്മൾ നേരത്തെ വായിച്ച് കേട്ടതാണ്, ഒരിക്കൽ കൂടെ ഞാൻ വായിക്കുന്നു. ദൂതൻ അവളോട്, മറിയയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അവന് യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞു. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും.
ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. നിന്റെ ചാർച്ചക്കാരത്തി എലിശബത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. മച്ചി എന്ന് പറഞ്ഞു വന്നവൾക്ക് ഇത് 6-ാം മാസം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അതിന് മറിയ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ദൂതൻ അവളെ വിട്ടുപോയി. ലൂക്കോസ് 1-ാം അധ്യായം 30 മുതൽ 38 വരെ. ഇതാണ് യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് ബൈബിൾ നൽകുന്ന വിവരണം. പരിശുദ്ധാത്മാവിനാലാണ് മറിയ ഗർഭിണിയായതെന്നാണ് ഇവിടെ പറയുന്നത്. ഇതിനെ വക്രീകരിച്ചിട്ട് നിരീശ്വരമതക്കാർ പറയുന്നത് പരിശുദ്ധാത്മാവ് മറിയയുമായി ശാരീരിക വേഴ്ചയിൽ ഏർപ്പെട്ടിട്ടാണ് മറിയ ഗർഭം ധരിച്ചത് എന്ന് ബൈബിൾ തന്നെ അങ്ങനെ പറയുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് കമൻസ് ഞാൻ കണ്ടിരുന്നു. റോമാലേഖനത്തിൻ്റെ 1-ാം അധ്യായം 3-ാം വാക്യത്തിലൊക്കെ ഉള്ളത് ജഡപ്രകാരം ദാവീദിൻ്റെ സന്തതിയായി ജനിച്ചു എന്ന് പറഞ്ഞ ആ സംഗതി, ആ വാക്കെടുത്തിട്ടാണ് ലൈംഗിക ബന്ധത്തിലൂടെ ജനിച്ചു എന്ന് പറയുന്നത്. ജഡപ്രകാരം ദാവീദിൻ്റെ സന്തതി എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇവർ പറയുന്ന വിധത്തിൽ വ്യാഖ്യാനിച്ചാൽ എങ്ങനെ വരണം? ദാവീദ് വന്ന് മറിയയുമായിട്ട് ലൈംഗിക ബന്ധം പുലർത്തിയിരിക്കണം. അതായത് 1000 വർഷം മുമ്പ്, മറിയ ജനിക്കുന്നതിന് 1000 വർഷം മുമ്പ് മരിച്ചുപോയ ദാവീദ് വന്ന് ബന്ധപ്പെട്ടിട്ട് ഉണ്ടായ കുഞ്ഞായിരിക്കണം. എങ്കിലേ ഇവർ പറയുന്ന വിധത്തിൽ വരുള്ളൂ. കാരണം ജഡപ്രകാരം ദാവീദിൻ്റെ സന്തതി എന്ന് പറഞ്ഞിരിക്കുന്നതിന് ഇവർ വ്യാഖ്യാനിക്കുന്ന വിധത്തിൽ ബൈബിള് ആ അർത്ഥത്തിലല്ല. ബൈബിളിൻ്റെ ടെർമിനോളജി അറിയാവുന്നവർക്ക് അത് മനസ്സിലാകും. ജഡപ്രകാരം എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം അതല്ല എന്നുള്ള കാര്യം. ഇവരുടെ ഇതിനെയൊക്കെ വിവരക്കേടിൻ്റെ അങ്ങേയറ്റം എന്നല്ലാതെ വേറെ ഒന്നും നമുക്ക് പറയാനില്ല. ഇവർ ഈ പറയുന്ന പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെടുത്തി ഇവർ പറയുന്നത് പരിശുദ്ധാത്മാവ് മറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടാണ് യേശു ജനിച്ചു എന്നൊക്കെ ഇവർ പറയുന്നത്. കാരണം ആത്മാവെന്നാൽ ഭൗതിക ശരീരമല്ല, അഭൗതിക ഘടകമാണ്. മനുഷ്യനിലുള്ള അഭൗതിക ഘടകമാണ്, ഇമ്മെറ്റീരിയൽ പാർട്ടാണത്. അതുകൊണ്ട് തന്നെ ശാരീരിക വീഴ്ചയിലൂടെയാണ് യേശു ജനിച്ചതെന്നുള്ള അവരുടെ വാദം ഫസ്റ്റ് തന്നെ പൊളിഞ്ഞു. ഈ ഒരൊറ്റ കാര്യത്തിൽ തന്നെ അഭൗതിക ഘടകം ഭൗതിക ഘടകവുമായിട്ട് ഒരിക്കലും വീഴ്ചയിൽ ഏർപ്പെടുന്നില്ല, അത് കഴിയുകയില്ല. അതങ്ങനെ നടക്കുന്ന കേസേ അല്ല അത്. ലോകത്ത് വേറെ കോടിക്കണക്കിന് ആൾക്കാർക്ക് ഈ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ തോന്നാത്ത വികല ചിന്ത ഈ നിരീശ്വരമതക്കാർക്ക് മാത്രം ഉണ്ടാകുന്നതിൻ്റെ കാരണം ഇവരുടെയൊക്കെ മനസ്സ് അത്രമാത്രം വൾഗാരിറ്റി നിറഞ്ഞതായതുകൊണ്ടാണ്. നേരത്തെ പറഞ്ഞതുപോലെ എത്രയും പെട്ടെന്ന് ഒരു നല്ല മനഃശാസ്ത്രജ്ഞനെ കാണുക എന്നല്ലാതെ വേറെ ഒന്നും നിങ്ങൾക്ക് ചെയ്യാനില്ല. ഇതിന് രക്ഷപ്പെടാൻ വേറെ വഴിയൊന്നുമില്ല. ഹിന്ദു മിത്തോളജിയുമായുള്ള പരിചയം കൊണ്ടാണ് ഇവരിങ്ങനെയുള്ള വികലവാദം ഉന്നയിക്കുന്നത്. കാരണം ഹിന്ദു പുരാണങ്ങളിൽ ദേവീദേവന്മാർ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഇവിടെയുള്ള മനുഷ്യരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൻ്റെയും അതിൻ്റെ അനന്തരഫലമായി അവർക്ക് മക്കളുണ്ടായതിൻ്റെയും കഥകൾ ധാരാളമുണ്ട്, സുലഭമാണ് ഇവിടെ. ഈ ഹിന്ദു മിത്തോളജി മാത്രമല്ല, ഗ്രീക്ക് പുരാണങ്ങളിലും പിന്നെ ഒരുമാതിരി മറ്റെല്ലാ മിത്തോളജികളിലും ഇത്തരം കഥകൾ കാണാം. ദേവന്മാർ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന് മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന കുഞ്ഞുങ്ങളുടെ കഥകൾ ധാരാളമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ മിത്തോളജിയൊക്കെ ചെറുപ്പത്തിലെ ഇതൊക്കെ കേട്ടിട്ടോ അല്ലെങ്കിൽ വായിച്ചിട്ടോ ഒക്കെയുള്ള പരിചയത്തിൻ്റെ പുറത്തൊക്കെയാണ് ഇവർ ബൈബിളിലും ഈ കാര്യം ഉന്നയിക്കുന്നത്, ഇങ്ങനൊരു ആരോപണം ഉന്നയിക്കുന്നത്. പക്ഷേ ഇങ്ങനൊരു വാദത്തിന് കാലുകുത്താളിടം പോലും ബൈബിൾ ഒരിക്കലും നൽകുന്നില്ല എന്നതാണ് വാസ്തവം. ഒരാളുടെ മേൽ യഹോവയുടെ ആത്മാവ് വന്നു എന്ന് പറഞ്ഞാൽ എന്താണ് ബൈബിൾ അർത്ഥമാക്കുന്നത്? നമുക്കതൊന്ന് പരിശോധിച്ച് നോക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം, പഴയ നിയമത്തിൽ ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ ഒത്നിയേലിൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് വന്നു, അവൻ ഇസ്രായേലിന് ന്യായാധിപനായി യുദ്ധത്തിന് പുറപ്പെട്ടാറേ. യഹോവ മെസൊപ്പൊത്താമിയയിലെ രാജാവായ കൂശൻ രിശാഥായീമിനെ അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു, അവൻ കൂശൻ രിശാഥായീമിനെ ജയിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. നമുക്ക് വായിക്കാം ന്യായാധിപന്മാർ 3:10. ഈ ന്യായാധിപന്മാർ 6-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അപ്പോൾ യഹോവയുടെ ആത്മാവ് ഗിദെയോന്റെ മേൽ വന്നു, അവൻ കാഹളമൂതി അബിയേസ്ര്യരെ തൻ്റെ അടുക്കൽ വിളിച്ചുകൂട്ടി എന്നാണ്. ന്യായാധിപന്മാർ 6:34. ന്യായാധിപന്മാർ 11:29 യഹോവയുടെ ആത്മാവ് യിഫ്താഹിന്മേൽ വന്നു, അവൻ ഗിലെയാദിലും മനശ്ശയിലും കൂടി കടന്ന് ഗിലെയാദിലെ മിസ്പയിലെത്തി, ഗിലെയാദിലെ മിസ്പയിൽ നിന്ന് അമ്മോന്യരുടെ നേരെ ചെന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ന്യായാധിപന്മാർ 11:29 നമ്മൾ വായിക്കുന്നു. ന്യായാധിപന്മാർ 14:6 യഹോവയുടെ ആത്മാവ് ശിംശോന്റെ മേൽ വന്നതായി പറയുന്നുണ്ട്. അതായത് ഒരു സിംഹം ശിംശോന്റെ നേരെ വരുന്ന സമയത്താണ് ദൈവത്തിൻ്റെ ആത്മാവ് ശിംശോന്റെ മേൽ വരുന്നത്. നമ്മൾ ആ വാക്ക് ഇങ്ങനെയാണ് വായിക്കുന്നത്, കയ്യിൽ ഒന്നും ഇല്ലാതിരിക്കെ അവൻ അതിനെ ഒരു ആട്ടിൻകുട്ടിയെ പോലെ കീറിക്കളഞ്ഞു. ഈ സിംഹത്തിനെ ആട്ടിൻകുട്ടിയെ പോലെ കീറിക്കളഞ്ഞു. താൻ ചെയ്തത് അപ്പനോടും അമ്മയോടും പറഞ്ഞില്ല. ന്യായാധിപന്മാർ 14:6. ശമൂവേലിന്റെ 1-ാം പുസ്തകം 11-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ ശൗലിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടെ വന്നതായിട്ട് പറയുന്നുണ്ട്. ഇനിയും പല ഇടങ്ങളിൽ ബൈബിളിന്റെ പഴയ നിയമത്തിൽ പലയിടങ്ങളിൽ യഹോവയുടെ ആത്മാവ് മനുഷ്യരുടെ മേൽ വന്നതായി ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്. അതെല്ലാം തന്നെ ദൈവത്തിന് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുവാൻ, ഒരു മനുഷ്യനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ആത്മാവ് വന്നത്
എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടി ശത്രുക്കൾ വരുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ രക്ഷിക്കാൻ വേണ്ടി ഭയന്ന് ഉറച്ചിരിക്കുന്ന ഇസ്രായേല്യർക്ക് ഒരു നായകനായിട്ട് ഒരു വ്യക്തിയെ ദൈവം എഴുന്നേൽപ്പിക്കുമ്പോൾ അവരുടെ മേൽ ആത്മാവ് വരികയാണ്. ഇവിടെ ഒരിടത്ത് പോലും ലൈംഗിക ബന്ധം എന്നൊരു വിഷയമേ വരുന്നില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്ന് അവരെ കൊണ്ട് ഒരു കാര്യം ചെയ്യിക്കുന്നു, ഒരു ദൗത്യം അവരെ കൊണ്ട് ചെയ്യിക്കുന്നു. അത് കഴിഞ്ഞ് ആത്മാവ് മടങ്ങിപ്പോകുന്നു. അതാണ് നമ്മൾ എല്ലായിടത്തും കാണുന്നത്. അപ്പം അങ്ങനെ ഇരിക്കെ പുതിയ നിയമത്തിൽ മറിയയുടെ കാര്യത്തിൽ മാത്രം പരിശുദ്ധാത്മാവ് വന്നത് ലൈംഗിക ബന്ധത്തിനാണെന്നൊക്കെ പറയുന്നവരുടെ മാനസിക വൈകല്യം ചികിത്സിച്ചാൽ പോലും ഭേദമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ സൈക്കോളജിസ്റ്റിനെ ഒന്നും കാണാൻ നിൽക്കണ്ട. കാരണം വെറുതെ നിന്നെ കാശ് കളയുന്നു. സൈക്കോളജിസ്റ്റിനെ കണ്ട് അയാൾ എത്രയൊക്കെ മരുന്ന് കൊടുത്താലും എങ്ങനെയൊക്കെ ചികിത്സിച്ചാലും ഇത് ഭേദമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് തിരിച്ചെടുക്കുകയാണ്. നിങ്ങൾ അവരെ കാണാൻ നിൽക്കണ്ട, വെറുതെ കാശ് നിങ്ങളുടെ കളയണ്ട. ദൈവത്തിൻ്റെ ആത്മാവ് മറിയയുടെ മേൽ വന്നത് മറിയയിലൂടെ ഒരു കാര്യം ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ്? യേശു ക്രിസ്തുവിനെ ഗർഭം ധരിച്ച് പ്രസവിക്കുക എന്നുള്ള കാര്യം. അത് ചെയ്യുക എന്നുള്ളത്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. മറിയ അത് ചെയ്തു. യേശു ക്രിസ്തുവിനെ ഗർഭം ധരിച്ചു, മറിയ പ്രസവിച്ചു. കന്യക ഗർഭധാരണ ജനനം, ബൈബിൾ പറയുന്ന കന്യക ഗർഭധാരണ ജനനം. അപ്പോൾ അതിനു വേണ്ടി മാത്രമാണ് വന്നത്, അല്ലാതെ അത് ലൈംഗിക വീഴ്ചയ്ക്ക് വേണ്ടിയിട്ടൊന്നും അല്ല. ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരു പുസ്തകത്തെ നമ്മൾ വിമർശന വിധേയമാക്കുമ്പോൾ, പ്രത്യേകിച്ചും ആ പുസ്തകത്തിന് നൂറ്റാണ്ടുകളുടെ ചരിത്രം അവകാശപ്പെടാനുണ്ടാകുമ്പോൾ, ആ പുസ്തകത്തെ നമ്മൾ എടുക്കേണ്ടത് അതിൻ്റെ ടോട്ടാലിറ്റിയിൽ തന്നെ എടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ആവർത്തിക്കുന്നു. നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം എടുത്ത് അതിന് മുമ്പും പിമ്പുള്ള ഭാഗങ്ങൾ അവഗണിച്ചുകൊണ്ട് നമ്മുടെ വാദം സ്ഥാപിച്ചാൽ അതൊരു ലോജിക്കൽ ഫാലസി ആയിരിക്കും. ചെറി പിക്കിങ് എന്നാണ് ആ ലോജിക്കൽ ഫാലസിയുടെ പേര്. ബൈബിൾ വിമർശകന്മാരല്ല ഈ ചെറി പിക്കിങ്ങിൻ്റെ ഉസ്താദുമാരാണ്. ഉൽപ്പത്തി പുസ്തകം മുതലേ പറഞ്ഞു വന്നിട്ടുള്ള കാര്യമാണ് സ്ത്രീയുടെ സന്തതിയെക്കുറിച്ചുള്ള വിവരണം. ഉൽപ്പത്തി പുസ്തകം മുതലേ പറയുന്നുണ്ട് സ്ത്രീയുടെ സന്തതി എന്ന് പറയുന്നത്. പിന്നെ അത് അബ്രഹാമിൻ്റെ സന്തതി, ഇസ്ഹാക്കിൻ്റെ സന്തതി, യാക്കോബിൻ്റെ സന്തതി എന്നുള്ള നിലയിൽ, പിന്നെ ദാവീദിൻ്റെ യഹൂദയിൽ നിന്നുള്ള സന്തതി, പിന്നെ ദാവീദിൻ്റെ സന്തതി എന്നുള്ള നിലയിലൊക്കെ അത് കൃത്യമായിട്ട് ആ വെളിപ്പാടുകളുടെ പുരോഗതി നമ്മൾ കാണുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ആ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ആ കാര്യങ്ങളുടെ നിവൃത്തിയാണ് മറിയയുടെ മകനായി മണ്ണിൽ പിറന്ന യേശു ക്രിസ്തുവിൽ നിറവേറിയത്. അപ്പോൾ ഈ വിഷയം ടോട്ടാലിറ്റിയിൽ നോക്കുമ്പോൾ ചിന്താശേഷിയുള്ള ഏതൊരാൾക്കും മറിയ കന്യകയായിരിക്കുമ്പോൾ തന്നെ, പുരുഷസ്പർശമൊന്നുമില്ല, ഏൽക്കാതിരിക്കെ തന്നെ ഗർഭിണിയായിട്ടാണ് യേശുവിനെ പ്രസവിച്ചത് എന്നുള്ള കാര്യം ചിന്താശേഷിയുള്ള ഏതൊരാൾക്കും വിശ്വസിക്കുന്ന ഒരു പ്രയാസവുമില്ല ഇതിൻ്റെ ടോട്ടാലിറ്റിയിൽ എടുക്കുമ്പോൾ. അതറിയാവുന്നതുകൊണ്ടാണ് നിരീശ്വരവാദികൾ ഇതൊരിക്കലും ടോട്ടാലിറ്റിയിൽ എടുക്കാതെ ചെറി പിക്കിങ് എന്ന് പറയുന്ന ലോജിക്കൽ ഫാലസി അവർ പുറത്തെടുക്കുന്നത്. അവർക്ക് വേണ്ട ഭാഗത്ത് നിന്ന് മാത്രമേ അവരത് എടുക്കുകയുള്ളൂ. ക്രിസ്തുവിനെക്കുറിച്ച് പഴയ നിയമത്തിലുള്ള ദൈവിക വാഗ്ദത്തങ്ങളെക്കുറിച്ചും പ്രവചനങ്ങളെക്കുറിച്ചും ഒന്നും അറിയാത്ത ഒരാൾക്ക് പുതിയ നിയമത്തിൽ കന്യക ഗർഭിണിയായി പ്രസവിച്ചതാണ് യേശു ക്രിസ്തുവിനെ എന്ന് കേൾക്കുമ്പോൾ അത് അവിശ്വസനീയമായിട്ട് തോന്നാം. ഈ പഴയ നിയമത്തിലുള്ള ഈ കാര്യങ്ങളൊന്നും അറിയാത്ത ഒരാൾ പുതിയ നിയമം മാത്രം എടുത്ത് നോക്കുമ്പോൾ ഇതൊരു അവിശ്വസനീയമായിട്ട് തോന്നാം. അതാണ് നിരീശ്വരവാദികൾ മുതലെടുക്കുന്നത്. അവർക്കറിയാം ഇത് പഴയ നിയമത്തിൽ, ഈ പുസ്തകത്തിനെ മൊത്തത്തിലെടുത്താൽ, ടോട്ടാലിറ്റിയിൽ അത് എടുത്തു കഴിഞ്ഞാൽ ഈ സംഗതി വിശ്വസിക്കുന്നതിനൊരു പ്രശ്നവുമില്ല. പ്രവചനങ്ങളുടെ നിവൃത്തിയാണ്, ദൈവിക വാഗ്ദത്തങ്ങളുടെ നിവൃത്തിയാണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നാൽ പഴയ നിയമത്തെക്കുറിച്ച് അറിയാതെ പുതിയ നിയമത്തിൽ നിന്ന് മാത്രം ഈ കാര്യം എടുത്തിട്ട് അങ്ങ് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഇത് വായിക്കുന്നവനും എന്തുവാണ് ഇത് എന്ന് ചോദിക്കും. സ്വാഭാവികമാണ്. അപ്പോൾ ആ ചെറി പിക്കിംഗ് ആണ് ഇവർ നടത്തുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള ചെറി പിക്കിംഗ് കൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല. മനുഷ്യനിൽ ആത്മാവ് എന്ന് പറയുന്നൊരു ഘടകമുണ്ട്, ആത്മാവ് എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. നിരീശ്വരവാദികൾ ഇത് അംഗീകരിക്കുന്നുമില്ല, അവർ ആത്മാവിനെ അംഗീകരിക്കുന്നവരൊന്നുമല്ല. പക്ഷെ മനുഷ്യനിൽ അതുണ്ട്. എത്ര ഇല്ല എന്ന് പറഞ്ഞാലും അത് അവനിലുള്ള കാര്യമാണ്, അത് ഉണ്ട്. ആത്മാവ് അവനെ സൃഷ്ടിച്ച ദൈവത്തോട് ബന്ധപ്പെടാൻ കൊതിക്കുന്ന ഒരു ഘടകമാണ്. ഈ ശരീരം നമുക്ക് തരുന്നത് ലോകബോധമാണ്. എനിക്ക് ഈ ശരീരം ഉള്ളതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെടാൻ സാധിക്കുന്നത്. ഇപ്പം എനിക്ക് ഈ ശരീരമില്ല, ഈ പഞ്ചേന്ദ്രിയങ്ങൾ ഉള്ള ഈ ശരീരം എനിക്കില്ല എന്ന് വെച്ചോ, ഞാൻ എങ്ങനെ നിങ്ങളോട് സംസാരിക്കും? അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് എനിക്കെങ്ങനെ കേൾക്കാൻ പറ്റും? കാതുള്ളതുകൊണ്ടാണ് എനിക്ക് കേൾക്കാൻ പറ്റുന്നത്, നാവുള്ളതുകൊണ്ടാണ് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത്. ഞാനിങ്ങനെ ഈ ശരീരം ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ലോകത്തോട് എനിക്ക് ബന്ധപ്പെടണമെങ്കിൽ ഈ ശരീരം എനിക്ക് ആവശ്യമാണ്. എനിക്കിതല്ല, ലോകത്തുള്ള എല്ലാവർക്കും അത് ഭൗതിക ഘടകമാണ്, അത് വേണം. എന്നാൽ മറ്റൊന്നുണ്ട് മനുഷ്യരിൽ, ജീവൻ അല്ലെങ്കിൽ പ്രാണൻ എന്ന് പറയുന്ന ഘടകം. അത് എനിക്ക് തരുന്നത് സ്വയം ബോധമാണ്, അഹംബോധമാണ്. അനിൽകുമാർ അയ്യപ്പൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഞാൻ എന്നുള്ള ആ ഒരു ബോധം എനിക്ക് തരുന്നു. അല്ലെങ്കിൽ ഓരോ വ്യക്തികൾക്കും, ഇത് മൃഗങ്ങൾക്കും ഉണ്ട് ജീവൻ അല്ലെങ്കിൽ പ്രാണൻ എന്ന് പറയുന്നത്, അവർക്കും ആ സ്വയബോധം നൽകുന്നു. അത്
അവരുടെ ഇപ്പോൾ നമുക്കറിയാം നായ്കൾ അതിന് ഭക്ഷണം കൊടുക്കുന്ന ആൾക്കാരുടെ മുമ്പിലെത്തുമ്പോൾ അത് വാലാട്ടും. എന്നാൽ അതിനെ കാണുമ്പോൾ തന്നെ കല്ലെടുത്തെറിയുന്ന ആൾക്കാരാണെങ്കിലോ, അങ്ങനെയുള്ള ആൾക്കാരെ കാണുമ്പോൾ അത് അവിടെ നിന്ന് ഓടിപ്പോകും. കാരണം ശരീരം രക്ഷിക്കണമെന്നുള്ള ചിന്തയാണ്, അത് സ്വയബോധത്തിൽ നിന്ന് വരുന്നതാണത്. അപ്പോൾ ശരീരം എനിക്ക് ലോകബോധം തരുന്നു, എൻ്റെ ജീവൻ അല്ലെങ്കിൽ പ്രാണൻ എനിക്ക് സ്വയബോധം തരുന്നു, അഹം എന്നുള്ള ആ ഒരു ബോധം എനിക്ക് തരുന്നു. എന്നാൽ ആത്മാവുണ്ടല്ലോ, അതെനിക്ക് ദൈവബോധം തരുന്നു. ആത്മാവ് ദൈവബോധം തരും. ലോകത്തുള്ള ഏതൊരു മനുഷ്യനെ എടുത്തു കഴിഞ്ഞാൽ അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവബോധമുണ്ട്, അതുണ്ട്. നിങ്ങൾ എത്ര അപരിഷ്കൃതരായ കാട്ടുവാസികളുടെ പോയി നോക്കിക്കോ, നിങ്ങൾ അവിടെയുള്ള മനുഷ്യർക്കും ഉണ്ട്. അല്ലെങ്കിൽ എത്ര പരിഷ്കൃത നഗരത്തിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെയുള്ള മനുഷ്യരിലുണ്ട്. ഇതുണ്ട്. മനുഷ്യനാണോ, അവന് ആത്മാവുണ്ട്, അതുകൊണ്ട് അവന് ദൈവബോധം ഉണ്ടായിരിക്കും. പിന്നെ ചില ആളുകൾ മനഃപൂർവ്വം ഈ ദൈവബോധം, ഉള്ളിൽ നിന്ന് വരുന്ന ഈ ദൈവബോധത്തെ മനഃപൂർവ്വം അവഗണിച്ച് അതിനെ അടിച്ചമർത്തി ദൈവമില്ല എന്ന് സ്ഥാപിച്ചുകൊണ്ട് ഇതങ്ങനെ നിഷേധിക്കാൻ നോക്കുന്നുണ്ട്. കാരണം അവർക്ക് അവരുടേതായ ഇഷ്ടപ്രകാരം നടക്കേണ്ടതിനാണത്. അവരുടേതായ ഇഷ്ടങ്ങൾ, അവരുടേതായ ജീവിതങ്ങൾ, അത് അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച്, അവരുടെ ജഡമോഹത്തിന് ആ ജഡത്തിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നടക്കേണ്ടതിന് വേണ്ടി ഇതിനെ നിഷേധിക്കുന്നുണ്ട്. അത് ഇല്ലെന്ന് പറയുന്നൊന്നുമില്ല, അങ്ങനെ നിഷേധിക്കുന്നവരുണ്ട്. പക്ഷെ അപ്പോഴും ദൈവവുമായിട്ട് തന്നെ ബന്ധപ്പെട്ടിരിക്കുന്നു. ഒന്നുകിൽ നിങ്ങൾ ദൈവത്തെ അംഗീകരിക്കുന്നു, അല്ലെങ്കിൽ നിഷേധിക്കുന്നു. ദൈവവുമായിട്ട് തന്നെ അത് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ മനുഷ്യനും ആത്മാവിൽ അനുഭവിക്കുന്ന ഒരു ശൂന്യതയുണ്ട്. ഞാനിത് അനുഭവിച്ചിട്ടുള്ള ആളാണ്, അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. തൻ്റെ സ്രഷ്ടാവായ ദൈവത്തിന് മാത്രം നിറയ്ക്കാൻ കഴിയുന്ന ഒരു ശൂന്യത സകല മനുഷ്യരിലുമുണ്ട്. ആ ശൂന്യതയെ നിറയ്ക്കാൻ വേണ്ടിയാണ് മനുഷ്യൻ പലതിൻ്റെയും പുറകെ പായുന്നത്. അധികാരം, പണം, പ്രശസ്തി, ജഡികമോഹങ്ങൾ എന്നിങ്ങനെ ഓരോന്നിൻ്റെ പുറകെ പായുന്നത് ഈ ശൂന്യത ഒന്ന് നിറഞ്ഞു കിട്ടാൻ വേണ്ടിയാണ്. അവസാനം അവൻ മനസ്സിലാക്കും എല്ലാം വ്യർത്ഥമായിരുന്നു എന്ന്. എത്രയോ ധനാഢ്യരായ ആളുകൾ, സമ്പത്തിൽ മുങ്ങിക്കുളിക്കുക എന്നൊക്കെ പറയില്ലേ, ആ വിധത്തിൽ ജീവിച്ചിരുന്ന എത്രയോ ആളുകൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. അതുപോലെ പ്രശസ്തിയുടെ ആ അത്യുംഗ സോപാനത്തിൽ നിൽക്കുന്ന ആളുകൾ എത്രയോ പേർ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. മർലിൻ മൺറോയെ പോലെയൊക്കെയുള്ള ലോകമറിയപ്പെടുന്ന പ്രശസ്തരായ ആളുകൾ എത്രയോ പേർ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. എത്രയോ ഭരണാധികാരികൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. അപ്പോൾ തങ്ങൾ അതുവരെ എന്തിനു പുറകെയാണോ ഓടിയത്, അതിൻ്റെ നിരർത്ഥകത മനസ്സിലാകുമ്പോഴാണ് അവർ നിരാശ പൂണ്ട് ജീവിതം അവസാനിപ്പിക്കുന്നത്. കാരണം ഈ ശൂന്യത അവർക്ക് മനസ്സിലായി. അവർ വിചാരിച്ചു പണം കിട്ടിക്കഴിയുമ്പോൾ ഈ അകത്തുള്ള ഈ ശൂന്യത നിറയും, അല്ലെങ്കിൽ പ്രശസ്തി ലഭിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അധികാരം ലഭിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റ് ജഡത്തിൻ്റെതായ മോഹങ്ങൾ അതെല്ലാം നിവർത്തിച്ചു കഴിയുമ്പോൾ ഈ അകത്തുള്ള ഈ പ്രശ്നമുണ്ടല്ലോ, അസ്തിത്വ ദുഃഖം എന്നൊക്കെ പോസ്റ്റ് മോഡേണിസ്റ്റ് ചിന്താഗതിക്കാരൊക്കെ വിളിക്കുന്ന സംഭവം, അത് മാറുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ മാറുകയല്ല. നിങ്ങളുടെ ഉള്ളിലുള്ള ഈ ശൂന്യത നിറയ്ക്കാൻ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ദൈവം നിങ്ങളുടെ ഉള്ളിൽ വരണം. ദൈവം വന്നു കഴിയുമ്പോൾ മാത്രം നിറയപ്പെടുന്ന ഒരു ശൂന്യതയാണ് സകല മനുഷ്യരുടെയും ഉള്ളിലുള്ളത്. സ്വർഗത്തിൽ നിന്ന് മനുഷ്യരെ തേടി ഭൂമിയിലേക്ക് വന്ന ദൈവമാണ് യേശു ക്രിസ്തു. അവനാണ് ഏകരക്ഷകൻ. അവൻ പാപമില്ലാത്തവനായി കന്യകയിൽ നിന്ന് ഭൂമിയിൽ ജനിച്ചത് തന്നെ നിങ്ങളെ നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ്. നിങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ് പാപമില്ലാത്ത പരിശുദ്ധനായ യേശു ക്രിസ്തു കാൽവരിയിലെ ക്രൂശിൽ തൻ്റെ ജീവനെ കൊടുത്തത്. ആ യേശു ക്രിസ്തുവിൽ ശരണപ്പെടുക, അവനെ കർത്താവായി സ്വീകരിക്കുക. നിങ്ങൾക്ക് പാപമോചനം ലഭിക്കും. നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളായി മാറും. ഇപ്പോഴുള്ള നിരാശയും അസമാധാനവും അശാന്തിയും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറും. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ശൂന്യതയുണ്ടല്ലോ, അത് മാറിപ്പോവും, അത് നീങ്ങിക്കിട്ടും. ദൈവിക സമാധാനത്താൽ നിങ്ങൾ നിറയപ്പെടും. ഞാനിതെൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. സ്വന്തം ജീവിതാനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ തന്നെയാണ് ഞാൻ ഈ കാര്യം പറയുന്നത്, അല്ലാതെ ഇവരുടെ അനുഭവമൊന്നുമല്ല. സ്വന്തം അനുഭവം അത്ര ഉറപ്പായിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്ര പരസ്യമായിട്ട് ഇത്ര ഉറപ്പോടുകൂടെ നിങ്ങളുടെ മുമ്പാകെ പറയുന്നത്. അപ്പോൾ യേശു ക്രിസ്തുവിനെ ശരണം പ്രാപിച്ച് ദൈവമക്കളായി മാറാൻ നിങ്ങളെ ബുദ്ധി ഉപദേശിച്ചുകൊണ്ട് അതിനുള്ള അവസരം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ക്രിസ്തുവിനായി